നിഖിൽ ജോർജ് പിന്റോയെ ക്ഷണിച്ചുകൊള്ളുന്നു. Good morning, respected Chairman Muhammad Anis sir, PM Foundation Trustee NM Sharafuddin sir, Sarabana Madam, Muhammad Shafiq, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കൂട്ടുകാരെ. കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന ഈ ഒരു പദവി അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് ഒരു പക്ഷേ കഴിഞ്ഞ ഒരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷമായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ശരിക്കും 1980 തൊട്ട് ഈ കോഴ്സ് ഇന്ത്യയിലൊട്ടാകെ നിലവിലുണ്ട്. അപ്പോ ഈ ഒരു കോഴ്സ് എന്താണ്? ഇപ്പോ ഒട്ടുമിക്കവരും കൊമേഴ്സ് ബിരുദം അല്ലെങ്കിൽ കൊമേഴ്സ് ഫീൽഡിൽ പഠിക്കുമ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കോസ്റ്റ് അക്കൗണ്ടൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കൊമേഴ്സ് മേഖലയിൽ തന്നെ പല സാധ്യതകളും പല ഓപ്പർച്യൂണിറ്റീസും അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ MBA പഠനം പറയുന്നുണ്ട്. അപ്പോ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചാർട്ടേഡ് അക്കൗണ്ടൻസി ആയാലും കമ്പനി സെക്രട്ടറി ആയാലും കോസ്റ്റ് അക്കൗണ്ടൻസി ആയാലും ഈ പ്രൊഫഷനുകളെല്ലാം ഒരു ബിരുദം അല്ലെങ്കിൽ ഒരു PG ലെവലിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു കോഴ്സ് അല്ല. നമ്മൾക്ക് ഡോക്ടേഴ്സിനെ പരിചയമുണ്ട്. നമ്മൾ ആശുപത്രിയിൽ പോകുന്നു, നമ്മൾക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടാവുന്നു, അത് ചികിത്സിക്കാനായിട്ട് നമ്മൾ ഒരു ഡോക്ടറിനെ കാണുന്നു. നമുക്ക് അറിയാം അദ്ദേഹം അതിൽ പ്രഗത്ഭനാണ്, ആ ഒരു കഴിവ് വെച്ചിട്ട് അദ്ദേഹം നമ്മുടെ അസുഖത്തിനെ ഭേദമാക്കും. എന്നാൽ ഒരു കോർപ്പറേറ്റ് യുഗത്തിൽ നമ്മൾക്ക് പലതരം ബിസിനസ്സുകളും പലതരം ഓപ്പർച്യൂണിറ്റീസും പലതരം റെഗുലേറ്ററുകൾ, ദാറ്റ് ഇസ് ഗവൺമെന്റുകളുണ്ട്, ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ട്, ഗവൺമെന്റ് നിയമങ്ങളൊക്കെ ഉണ്ട്. ഇതിലുള്ള നിയമവശങ്ങളെ പറ്റി, ഈ ബിസിനസ് നടത്തിപ്പിനെ കുറിച്ച് കൂടുതലായിട്ട് ബിസിനസ്സിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും ഒക്കെ നമുക്കൊരു ഡോക്ടർ വേണം. അങ്ങനെ ഒരു ഡോക്ടറാണ്, ദാറ്റ് ഇസ് കോർപ്പറേറ്റ് പ്രോബ്ലംസിനുള്ള ഒരു ഡോക്ടറാണ് കമ്പനി സെക്രട്ടറി. ഞാൻ എൻ്റെ PPT ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇത് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കമ്പനി സെക്രട്ടറീസ് എന്ന് പറയുന്ന കോഴ്സ് ശരിക്കും ഗവൺമെന്റ് ആയിട്ട് തന്നെ തുടങ്ങിയ ഒരു കോഴ്സാണ്. ശരിക്കും കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ആക്ട് 1980 പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമാണ്. ആ നിയമത്തിലൂടെയാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സ് അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി എന്ന പേരുള്ള അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ ഉള്ള ഒരു പ്രൊഫഷണൽ ഇന്ത്യക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ കോർപ്പറേറ്റ് മേഖലകളിലും ഗവൺമെന്റിലും ഒക്കെ സഹായകരമായിട്ടുള്ള ഒരു പ്രൊഫഷൻ വേണം എന്ന് ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. എന്നാൽ 1980 മുൻപേ തന്നെ കമ്പനി സെക്രട്ടറീസ് നിലവിലുണ്ടായിരുന്നു. ഇന്ന് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം, ദാറ്റ് ഇസ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ് ഇന്ത്യയിലൊട്ടാകെയുള്ള കമ്പനികളെയും കോർപ്പറേറ്റ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ. അന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പനി അഫയേഴ്സ് ആയിരുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പനി അഫയേഴ്സ് ആദ്യമായിട്ട് തുടങ്ങിയ ഒരു ഡിപ്ലോമ കോഴ്സ് ആയിരുന്നു. പിന്നെ 1980 കമ്പനി സെക്രട്ടറീസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രൊഫഷണൽ ലെവലിൽ അംഗീകാരമുള്ള അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ആയിട്ട് തന്നെ അംഗീകരിച്ച് 1980 പാർലമെന്റിൽ പാസ്സാക്കുന്നത്. അപ്പൊ ഒരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മറ്റ് കോഴ്സുകൾ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷൻസ് ഒക്കെ പറയുന്ന പോലെ തന്നെ ഉണ്ടായതല്ല. പക്ഷേ ഗവൺമെന്റ് തന്നെ ഇങ്ങനെ ഒരു പ്രൊഫഷൻ ഉള്ള സ്കില്ലുള്ള ആൾക്കാരെ ആവശ്യമുണ്ട് എന്ന് ഗവൺമെന്റ് തന്നെ മനസ്സിലാക്കി തുടങ്ങിയ ഒരു കോഴ്സാണ് കമ്പനി സെക്രട്ടറി കോഴ്സ്. അപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യ ഒട്ടാകെ ഈ പർട്ടിക്കുലർ കോഴ്സിനെ നിയന്ത്രിക്കുന്നതും ഈ പർട്ടിക്കുലർ കോഴ്സിന്റെ നടത്തിപ്പ് കാര്യങ്ങളും എങ്ങനെയാണ് കുട്ടികൾ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയിലാണ് ഈ കുട്ടികൾ പാസ്സാവുമ്പോൾ അവർക്ക് മെമ്പർഷിപ്പ് കിട്ടുന്നതും ഒക്കെ ചെയ്യുന്നത്. ഇത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ നേരെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു കേന്ദ്ര സ്ഥാപനം കൂടിയാണ്. ഇനി എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യനെ കുറിച്ച്
ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ന്യൂഡൽഹിയിൽ ആസ്ഥാനമായിട്ട് വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇന്ത്യയിൽ ഒട്ടാകെ 4 റീജിയണൽ കൗൺസിൽ ഓഫീസുകളുണ്ട്: കൊൽക്കത്ത, മുംബൈ, ന്യൂഡൽഹി ആൻഡ് ചെന്നൈ. അതുപോലെ തന്നെ ആ റീജിയണൽ കൗൺസിലിനെ നോർത്തേൺ റീജിയണൽ കൗൺസിൽ, വെസ്റ്റേൺ റീജിയണൽ കൗൺസിൽ, സദേൺ, ഈസ്റ്റേൺ എന്നൊക്കെ തിരിച്ചിട്ടുണ്ട്. 60,000-ൽ കൂടുതൽ അംഗങ്ങളുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ ആസ് ഓഫ് നൗ, ദാറ്റ് ഇസ് 1980-ൽ തുടങ്ങിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും ഇന്ത്യ ഒട്ടാകെ ഇപ്പോഴും 65,000 മെമ്പേഴ്സേ ഈ പർട്ടിക്കുലർ ദാറ്റ് ഇസ് കമ്പനി സെക്രട്ടറിമാരുള്ളൂ ഒട്ടാകെ. ദാറ്റ് ഇസ് എംപ്ലോയിഡ് ആയിട്ട്, ദാറ്റ് ഇസ് ഗവൺമെന്റ് കമ്പനികൾ ഉൾപ്പെടെ കമ്പനികളിൽ ജോലി ചെയ്യുന്നതും എന്നെ പോലെ തന്നെ പ്രാക്ടീസ് ഫീൽഡിലുള്ള കമ്പനി സെക്രട്ടറിമാരുടെ എണ്ണവും എല്ലാം കൂടി 65,000 പേരെ ആസ് ഓഫ് നൗ ഉള്ളൂ. 4 ലക്ഷത്തിൽ കൂടുതൽ കുട്ടികൾ ഈ കോഴ്സ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും ഈ കോഴ്സിന്റെ എക്സാമിനേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. 200-ൽ പരം കൗൺസിലേഴ്സും ഈ കോഴ്സിനുണ്ട്. ഇനി എന്താണ് ICSI അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മോട്ടോ? ദാറ്റ് ഈസ് കോർപ്പറേറ്റ് ഗവേണൻസ്. ദാറ്റ് ഈസ് ഒരു കോർപ്പറേറ്റ് മേഖലയിൽ അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ ഏറ്റവും കൂടുതൽ നല്ലതായിട്ടുള്ള സ്റ്റെപ്സ്, നല്ലതായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അത് നിയന്ത്രിക്കാനായിട്ടുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള പ്രൊഫഷണൽസിനെ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ ഏക ലക്ഷ്യം. ഇത് ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടും കോസ്റ്റ് അക്കൗണ്ടൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒപ്പം തന്നെ വളരെയധികം പ്രൊഫഷണൽസ് അംഗങ്ങളായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ കൂടിയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഹൈ ഗവേണൻസ് പ്രാക്ടീസുകൾ കോർപ്പറേറ്റ് ഫീൽഡിലും അതേപോലെ തന്നെ ബിസിനസ് മേഖലകളിലും വളരെയധികം അതിനെ സാധ്യതകളും അത് കൂടുതലായിട്ടും ജനങ്ങളിലേക്ക് എത്തിക്കാനും ശ്രദ്ധിക്കുന്ന ഒരു പ്രൊഫഷൻ കൂടിയാണ് കമ്പനി സെക്രട്ടറീസ്. ഇനി എന്താണ് ഒരു കമ്പനി സെക്രട്ടറിയുടെ ജോലി, അല്ലെങ്കിൽ എന്താണ് കമ്പനി സെക്രട്ടറിയുടെ പണി, അല്ലെങ്കിൽ ഒരു കമ്പനി സെക്രട്ടറി എന്തൊക്കെയാണ് ചെയ്യുന്നത്? അപ്പോ നമ്മൾ കമ്പനി സെക്രട്ടറി എംപ്ലോയ്മെന്റിൽ കേട്ടു. അപ്പൊ നമുക്ക് എന്താണ് ഇതിന്റെയൊക്കെ വ്യത്യാസങ്ങൾ? കമ്പനി സെക്രട്ടറി ആയിട്ട് തന്നെ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഒരു കാര്യം ഞാൻ ഇതിൽ പറഞ്ഞോട്ടെ, ശരിക്കും കോമേഴ്സ് ഫീൽഡിലുള്ളവർക്ക് മാത്രമല്ല, ഏതൊരു ഫീൽഡിലുള്ളവർക്കും ഈ കോഴ്സ് തിരഞ്ഞെടുക്കാം. കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളവർക്ക് മാത്രമല്ല, ഏതൊരു ഫീൽഡിലും സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കോ ആർട്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കോ ഏതൊരു ഫീൽഡിലുള്ളവർക്കും ഈ കോഴ്സ് ചെയ്യാം. അങ്ങനെ ഒരു റെസ്ട്രിക്ഷനും ഈ കോഴ്സിന് ഇല്ല. അപ്പോ ഒരു കമ്പനി സെക്രട്ടറി എന്ന് പറയുമ്പോൾ നമുക്ക് എംപ്ലോയിഡ് കമ്പനി സെക്രട്ടറി ഉണ്ട്, പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി ഉണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർമാരെ കുറിച്ച് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ നിർബന്ധമായിട്ടും അല്ലെങ്കിൽ സ്ഥിരമായിട്ടും ഹോസ്പിറ്റൽ കൺസൾട്ടേഷൻ കൊടുക്കുന്ന ഡോക്ടർമാരുണ്ട്. അതേപോലെ തന്നെ വീടുകളിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്ലിനിക്കുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫിസിക്കൽ ഹെൽത്ത് സെന്ററുകളൊക്കെ തുടങ്ങിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരും ഉണ്ട്. അതേപോലെ തന്നെയാണ് കമ്പനി സെക്രട്ടറിമാരും. കമ്പനികളിൽ നിർബന്ധമായിട്ടും എംപ്ലോയിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന കമ്പനി സെക്രട്ടറിമാരും ഉണ്ട്. വീടുകളിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഓഫീസ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊരു കൺസൾട്ടേഷൻ ഓഫീസുകൾ തുടങ്ങി പ്രാക്ടീസ് ചെയ്യുന്ന കമ്പനി സെക്രട്ടറിമാരും ഉണ്ട്. ഇനി ഒരു എംപ്ലോയിഡ് കമ്പനി സെക്രട്ടറി എന്ന നിലയ്ക്ക് എന്താണ് ഒരു എംപ്ലോയിഡ് കമ്പനി സെക്രട്ടറിയുടെ ജോലി, അല്ലെങ്കിൽ ഒരു എംപ്ലോയിഡ് കമ്പനി സെക്രട്ടറി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? അപ്പൊ ഒരു എംപ്ലോയിഡ് കമ്പനി സെക്രട്ടറി എന്ന നിലക്ക് കമ്പനിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ ഡയറക്ടർമാരാണ്. ഈ ഡയറക്ടർമാരെയും കമ്പനിയുടെ ഓഹരി ഉടമകളെയും ഗവൺമെന്റിനെയും തമ്മിൽ മുട്ടിക്കുന്നതും ഈ ഗവൺമെന്റും ഓഹരി ഉടമകളെയും അതേപോലെ തന്നെ ഡയറക്ടർമാരുടെയും ബാലൻസ് നിയമവശാലും അതേപോലെ തന്നെ കമ്പനിയുടെ ഗുഡ്വിൽ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതും ഒക്കെ ഈ കമ്പനി സെക്രട്ടറിമാരാണ് ചെയ്യുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള അഡ്വൈസുകൾ കൊടുത്ത് പ്രോപ്പർ ആയിട്ടുള്ള നിയമവശങ്ങൾ മനസ്സിലാക്കി കമ്പനിയെ നേർവഴിക്ക് ഓപ്പറേറ്റ് ചെയ്യാനും ബിസിനസ് നടത്തുവാനും സഹായിക്കുന്ന ഒരു പ്രൊഫഷനാണ് കമ്പനി സെക്രട്ടറീസ്. അതേപോലെ തന്നെ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടർമാരെ കോർപ്പറേറ്റ് ഗവർണൻസ് മെക്കാനിസം, ദാറ്റ് ഇസ് എന്തൊക്കെ നിയമങ്ങളാണ്, ഏതൊക്കെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കണം, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കമ്പനിയുടെ ഡയറക്ടർമാരെ നേർവഴിക്ക് ബിസിനസ് നടത്തിക്കൊണ്ടുപോകാനും സഹായിക്കുന്ന ഒരു പ്രൊഫഷനാണ്. അതേപോലെ തന്നെ ഇതിന്റെ മറ്റ് സാധ്യതകളാണ് കമ്പനി സെക്രട്ടറീസ് ഒരു കോർപ്പറേറ്റ് പ്ലാനർ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് മാനേജർ എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് പറയാം. അതേപോലെ തന്നെ ഇന്ത്യയിലേക്ക് നമുക്കറിയാം, ഇന്ത്യയിൽ ഒരുപാട് നിയമങ്ങളുണ്ട്.
ഈ പർട്ടിക്കുലർ പ്രൊഫഷന്റെ ഒരു വശം കൂടുതലും നിയമത്തിനോടും നിയമാധിഷ്ഠിതമാണ്. അതേപോലെ നിയമത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അത് പാലിക്കുന്നതുണ്ടെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ ഒരു പ്രൊഫഷനെ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഗവൺമെന്റ് ഇപ്പോഴും ഈ പ്രൊഫഷനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഉദ്ദേശം. അപ്പോൾ കോർപ്പറേറ്റ് നിയമങ്ങളുണ്ട്, അതേപോലെ തന്നെ സെബി പോലത്തെയുള്ള സ്ഥാപനങ്ങൾ, റിസർവ് ബാങ്ക് പോലെയുള്ള റെഗുലേറ്റേഴ്സ്, ഇവരുടെയൊക്കെ റെഗുലേഷൻസും നിയമങ്ങളും ഒക്കെ കൃത്യമായിട്ട് ഓരോ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും ബിസിനസ്സുകളും ഒക്കെ അംഗീകരിക്കുന്നുണ്ടോ, പാസ്സാക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി ചെയ്യുന്നതാണ് കമ്പനി സെക്രട്ടറീസ് എന്ന് പറയുന്ന പ്രൊഫഷൻ. അതേപോലെ തന്നെ ഈ സെബിയുടെ നിയമങ്ങൾ അനുസരിക്കുന്ന ഏതൊരു കമ്പനിയും ഏതൊരു കോർപ്പറേറ്റ് സ്ഥാപനവും നിർബന്ധമായിട്ടും ഒരു കംപ്ലയൻസ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യണം. ഈ കംപ്ലയൻസ് ഓഫീസർ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ഒരു കമ്പനി സെക്രട്ടറി ആയിട്ട് തന്നെ വേണം. വേറെ ഒരു ആളെയും നമുക്ക് കംപ്ലയൻസ് ഓഫീസറായിട്ട് അപ്പോയിന്റ് ചെയ്യാനും പറ്റില്ല. അതേപോലെ തന്നെ ഈ പർട്ടിക്കുലർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെയും അതുപോലെ തന്നെ ഗവൺമെന്റ് റെഗുലേറ്റേഴ്സ്, റിസർവ് ബാങ്കോ സെബിയോ അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രൊമോഷൻ ബോർഡോ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ്, ഇപ്പോഴത്തെ പുതിയ 1-2 റെഗുലേറ്റേഴ്സ് ആണ് ഇവരൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ റെറ, ഇങ്ങനെയുള്ള പല കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പാർലമെന്റ് വഴി നിയമം പാസ്സാക്കി വന്നിട്ടുള്ള റെഗുലേറ്റേഴ്സിനൊക്കെ അല്ലെങ്കിൽ അവരുടെ നിയമങ്ങളൊക്കെ പറഞ്ഞ് അതിനനുസരിച്ച് വേണ്ട ഗൈഡൻസ് ഒക്കെ കൊടുക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ പ്രൊഫഷന്റെ ഭാഗമാണ്. നമുക്ക് ഈ പ്രൊഫഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ എംപ്ലോയ്മെന്റ് സൈഡിലും പ്രാക്ടീസിങ് സൈഡിലും ഒക്കെ ഈ പ്രൊഫഷന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോ 1980 പാസ്സായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം മെമ്പർഷിപ്പ് ഉള്ള ഒരു കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മാത്രമേ കമ്പനി സെക്രട്ടറി ആയിട്ട് ഇന്ത്യൻ നിയമങ്ങൾ അംഗീകരിക്കുകയുള്ളൂ. അത് ഗവൺമെന്റ് കമ്പനികളിലായാലും നോൺ ഗവൺമെന്റ് കമ്പനികളിലായാലും ഏതൊരു തരത്തിൽ സ്ഥാപനങ്ങളിലായാലും റിസർവ് ബാങ്കിന്റെ നിയമം അനുസരിച്ചിട്ടാണെങ്കിലും സെബി നിയമങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിലും വേറൊരു വ്യക്തിയും കമ്പനി സെക്രട്ടറി ആയിട്ട് നമുക്ക് അപ്പോയിന്റ് ചെയ്യാനോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി എന്ന പദവിയോ ആർക്കും കിട്ടില്ല. പകരം അവര് ഇതിൽ മെമ്പർ ആയിരിക്കുന്നവർക്ക് മാത്രം, ദാറ്റ് ഇസ് ഈ കമ്പനി സെക്രട്ടറീസ് കോഴ്സ് പാസ്സായി ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അംഗങ്ങളായിരിക്കുന്നവർക്ക് മാത്രമേ ഈ പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒക്കെ പറ്റുള്ളൂ. ഇനി കമ്പനി സെക്രട്ടറി ഇൻ എംപ്ലോയ്മെന്റ്, നമുക്ക് തന്നെ ഒരു കാര്യം ഇതിൽ അറിയാവുന്നത്, ഒരു എംപ്ലോയിഡ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് കമ്പനിയുടെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ വരുന്ന ഒരു വ്യക്തിയാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഒരു ഫിനാൻസ് മാനേജർ, CFO ലെവലിൽ വരികയും അതേപോലെ തന്നെ കമ്പനിയുടെ ഡയറക്ടർമാരെ ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പ്രൊഫഷണൽ കൂടിയാണ് കമ്പനി സെക്രട്ടറീസ്. പൊതുവെ ഈ കമ്പനി സെക്രട്ടറി എന്ന വാക്ക് കേൾക്കുമ്പോൾ ആർക്കാർക്ക് പൊതുവെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. MD സെക്രട്ടറി ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെക്രട്ടേറിയൽ പോസ്റ്റിൽ മാത്രം ചുരുക്കിക്കൂടുന്ന ഒരു ജോബാണോ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന പലർക്കും ഒരു സംശയം അങ്ങനെയുണ്ട്. എന്നാൽ അങ്ങനെയല്ല. കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന ജോലി, കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന ഒരു വേക്കൻസി അല്ലെങ്കിൽ ആ ഡെസിഗ്നേഷണൽ പോസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം ചുമതലകളും വളരെയധികം കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു ജോലി കൂടിയാണ്. അപ്പൊ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ, കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മാനേജർ, ഫുൾ ടൈം ഡയറക്ടർമാർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർക്കൊപ്പം തന്നെ കമ്പനിയുടെ കീ മാനേജറിയൽ പേഴ്സണൽ ആയിട്ട് അംഗീകരിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തിയും കൂടിയാണ് കമ്പനി സെക്രട്ടറി. അത് നമുക്കറിയാം, ഇന്ത്യയിലുള്ള കോർപ്പറേറ്റുകളെയും ബിസിനസ്സുകളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു നിയമമാണ് കമ്പനി നിയമം 2013. ഇതിനു മുന്നേ 1956 ആയിരുന്നു. അന്നും കമ്പനി സെക്രട്ടറിമാരുണ്ട്. ഈ 2013 കമ്പനി നിയമപ്രകാരം കീ മാനേജറിയൽ പേഴ്സണൽ ആയിട്ട് അംഗീകരിച്ചിട്ടുള്ള ആൾക്കാരാണ് കമ്പനി സെക്രട്ടറിമാർ. അതേപോലെ തന്നെ എല്ലാ ലിസ്റ്റഡ് കമ്പനികളിലും, ലിസ്റ്റഡ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഓഹരികൾ നമുക്ക് സുപരിചിതമായിട്ടുള്ള ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ ഒക്കെ അവരുടെ ഓഹരികൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിർബന്ധമായിട്ടും ഒരു കമ്പനി സെക്രട്ടറിനെ അപ്പോയിന്റ് ചെയ്യുക തന്നെ വേണം. അതേപോലെ തന്നെ ഇന്ത്യയിൽ പബ്ലിക് ഷെയർ ഹോൾഡിംഗ്, ദാറ്റ് ഇസ് ജനങ്ങൾ പൈസ നിക്ഷേപിച്ചിട്ടുള്ള കമ്പനികൾ, അതിൽ 10 കോടിയിൽ കൂടുതൽ ഓഹരികളുള്ള കമ്പനികളാണെങ്കിൽ നിർബന്ധമായിട്ടും ആ കമ്പനികളിൽ ഒരു കമ്പനി സെക്രട്ടറി വേണം. അതേപോലെ തന്നെയാണ് 10 കോടിയിൽ പരം തന്നെ നിക്ഷേപമുള്ള പ്രൈവറ്റ് കമ്പനികളിലും, ഈ പ്രൈവറ്റ് കമ്പനികളിലും നിർബന്ധമായിട്ടും ഒരു കമ്പനി സെക്രട്ടറി വേണം. അപ്പൊ 10 കോടിയിൽ കൂടുതൽ, അപ്പൊ നമ്മൾക്കൊരു സംശയം ഉണ്ടാവും, 10 കോടിയിൽ അത്രയുമുള്ള കമ്പനികളിൽ ഇന്ത്യയിൽ ഉണ്ടോ
ഞാനൊരു കാര്യം പറയട്ടെ, ഇതുവരെ നമ്മളെടുത്ത കണക്കനുസരിച്ച് ഏകദേശം 3 ലക്ഷം തൊട്ട് 4 ലക്ഷം വരെ കമ്പനികൾ ഇന്ത്യ ഒട്ടാകെ ഉണ്ട്. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ 65,000 പേരെ ആസ് ഓഫ് നൗ കമ്പനി സെക്രട്ടറിമാരായിട്ട് ഇന്ത്യ ഒട്ടാകെ ഉള്ളൂ. അത് പ്രാക്ടീസ് ചെയ്യുന്നവരും എംപ്ലോയ്മെന്റ് ചെയ്യുന്നവരും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ആ ജോലി സാധ്യതകൾ, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ ഈ കോഴ്സ് പെട്ടെന്ന് പാസ്സായി കഴിഞ്ഞിട്ടുള്ള എന്തോരം ജോലി സാധ്യതകൾ ഈ കോഴ്സ് കൊണ്ട് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ കമ്പനി സെക്രട്ടറി പ്രാക്ടീസിലാണെങ്കിൽ, ഇപ്പൊ എന്നെ പോലെയുള്ള വ്യക്തികൾ ഞങ്ങൾ സ്വന്തമായിട്ട് ഓഫീസ് തുടങ്ങി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതില് പലയധികം കാര്യങ്ങളുണ്ട്. കമ്പനി നിയമത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഒരു ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കമ്പനി തുടങ്ങുന്നത് തൊട്ട് കമ്പനി അടയ്ക്കുന്ന വരെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും സർട്ടിഫൈ ചെയ്യുന്നതൊക്കെ ഈ പ്രാക്ടീസ് ചെയ്യുന്ന കമ്പനി സെക്രട്ടറിമാരാണ്. അതേപോലെ തന്നെ നമ്മൾ ടാക്സ് ഓഡിറ്റിനെ പറ്റി കേട്ടിട്ടുണ്ട്. കമ്പനി നിയമപ്രകാരം തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ ചെയ്യുന്ന സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റുകളെ പറ്റി കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഗവൺമെന്റ് കമ്പനി നിയമത്തിൽ വേറൊരു ഓഡിറ്റും കൂടി പറഞ്ഞിട്ടുണ്ട്. അതിനെ സെക്രട്ടേറിയൽ ഓഡിറ്റ് എന്ന് പറയും. സെക്രട്ടേറിയൽ ഓഡിറ്റ് എല്ലാ ലിസ്റ്റഡ് കമ്പനികളും, എല്ലാ പബ്ലിക് കമ്പനികളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾ പൈസ നിക്ഷേപിച്ചിട്ടുള്ള കമ്പനികൾ, 50 കോടിയിൽ കൂടുതൽ ഒക്കെ പൈസ നിക്ഷേപിച്ചിട്ടുള്ള കമ്പനികളാണെങ്കിൽ നിർബന്ധമായിട്ടും സെക്രട്ടറിയൽ ഓഡിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ കമ്പനിയുടെ വരവ്, റവന്യൂ 250 കോടിയിൽ കൂടുതലൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ട് സെക്രട്ടറിയൽ ഓഡിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ബാങ്കുകളിലും ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിലും ഒക്കെ 100 കോടിയിൽ കൂടുതൽ ബോറോയിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും സെക്രട്ടറിയൽ ഓഡിറ്റുകൾ നിർബന്ധമാണ്. ഇതേപോലെ തന്നെയാണ് ലിസ്റ്റഡ് കമ്പനികളിലും അവരുടെ ചെറിയ ചെറിയ സബ്സിഡറികൾ പോലെയുള്ള സ്ഥാപനങ്ങളിലും നിർബന്ധമായിട്ടും സെക്രട്ടറിയൽ ഓഡിറ്റുകളും അതേപോലെ തന്നെയുള്ള കംപ്ലയൻസ് ഓഫീസറിന്റെ അപ്പോയിന്റ്മെന്റുകളും ഒക്കെ വരുന്നത്. ഇനി കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന ജോലി ഈ കമ്പനി നിയമം മാത്രം ചുരുങ്ങി കൂടുന്നതാണോ, അതോ മറ്റ് എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഞാൻ ഇൻവോൾവ് ആണോ? അപ്പോ കമ്പനി സെക്രട്ടറിയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനേബിളിംഗ് ഗുഡ് ഗവേണൻസ് പ്രാക്ടീസ് മാത്രമല്ല, കോർപ്പറേറ്റ് നിയമങ്ങളും അതേപോലെ തന്നെ സെക്യൂരിറ്റീസ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഹരികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൊക്കെ നിർബന്ധമായിട്ടും ഒരു കംപ്ലയൻസ് ഓഫീസറുകളൊക്കെ ഉണ്ടാവും. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ തന്നെ നിയമ വിഭാഗങ്ങളിലൊക്കെ കമ്പനി സെക്രട്ടറിമാർക്ക് ജോലി സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ബന്ധപ്പെട്ടിരിക്കുന്ന പല മേഖലകളിലും കമ്പനി സെക്രട്ടറിമാർ നിർബന്ധമായിട്ടും വേണം. അതേപോലെ തന്നെയാണ് ബിസിനസ് സ്ഥാപനങ്ങളിലും അതേപോലെ തന്നെ കോർപ്പറേറ്റ് മേഖലകളിലും അഡ്വൈസറി സർവീസുകൾ. ഇപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യണം, ഈ കാര്യം ചെയ്യാനായിട്ടുള്ള പ്രോപ്പർ സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ നിയമങ്ങളൊക്കെ ഞാൻ പാലിക്കണം, ഇങ്ങനെയുള്ള അഡ്വൈസറി സർവീസുകളൊക്കെ ഈ കമ്പനി സെക്രട്ടറിമാരാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് റെപ്രസെന്റേഷൻ സർവീസുകൾ. നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല, കമ്പനി നിയമപ്രകാരം നമ്മൾക്ക് കമ്പനി കോടതികളുണ്ട്. അതിനെ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്നാണ് പറയുന്നത്. ഈ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ഇപ്പൊ കൊച്ചിയിലാണെങ്കിൽ കാക്കനാട് NGO ക്വാർട്ടേഴ്സിന്റെ അടുത്ത് നിങ്ങൾക്ക് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ കാണാം. കേരളവും ലക്ഷദ്വീപിന്റെയും ജൂറിസ്ഡിക്ഷണൽ കോടതി അതാണ്. അവിടെ കമ്പനി കേസുകൾ, കമ്പനിയായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഓഹരി ഉടമകളുടെ കേസുകൾ, കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള ഡയറക്ടർമാരുടെ കേസുകൾ, അങ്ങനെയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ചർച്ച ചെയ്യുകയും അതേപോലെയുള്ള കേസുകൾക്ക് തീർപ്പാക്കുകയും ചെയ്യുന്ന ഒരു കോടതിയാണ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ. ഈ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്ന് പറയുന്ന കോടതിയിൽ നമ്മൾക്ക് കമ്പനികളെ റെപ്രസെന്റ് ചെയ്യാനും കമ്പനികൾക്ക് വേണ്ടി വാദിക്കാനും ഒക്കെ ഈ കമ്പനി സെക്രട്ടറിമാർക്ക് പറ്റും. അവിടെ അഡ്വക്കേറ്റുമാർക്ക് മാത്രമല്ല, ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർക്കും കമ്പനി സെക്രട്ടറിമാർക്കും കോസ്റ്റ് അക്കൗണ്ടന്റുകൾക്കൊക്കെ അവിടെ ഹാജരാവുകയും തന്റേതായിട്ടുള്ള ക്ലയന്റുകൾക്ക് വേണ്ടി വാദിക്കാനും ഒക്കെ പറ്റും. ഈ എംപ്ലോയിഡ് കമ്പനി സെക്രട്ടറി ആണെങ്കിൽ ചെറിയ ചെറിയ കോടതികളിൽ അത് അവരവരുടെ ജോലി ചെയ്യുന്ന കമ്പനികൾക്ക് വേണ്ടി അവർക്ക് ഹാജരാവാനും അവർക്ക് വേണ്ട നിയമസഹായങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യാനും സാധിക്കും. ഇനി വേറൊരു മേഖലയാണ് രജിസ്റ്റേർഡ് വാല്യൂവർ. 2016 ശേഷം ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു റെഗുലേറ്റർ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. ആ റെഗുലേറ്ററിന്റെ കീഴിൽ വരുന്ന ഒരു പ്രൊഫഷണൽ വിഭാഗമാണ് രജിസ്റ്റേർഡ് വാല്യൂവർ. അപ്പോ വാല്യുവേഷൻ, അപ്പോ ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും അതും സംബന്ധമായിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ ഈ സെക്യൂരിറ്റി സംബന്ധിതമായിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലാൻഡ്, ബിൽഡിംഗ്, അങ്ങനെയുള്ള പല കാര്യങ്ങളിലൊക്കെ അതിന്റെ വാല്യുവേഷൻ സ്കോപ്പുകൾ അല്ലെങ്കിൽ ഇതിന്റെ മൂല്യനിർണയങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് സ്കില്ല്
ഉള്ള പ്രത്യേകമായിട്ട് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് രജിസ്റ്റേർഡ് വാല്യൂവർ. ഈ രജിസ്റ്റേർഡ് വാല്യൂവർ ആകാനായിട്ട് ഒരു കമ്പനി സെക്രട്ടറിക്കോ ചാർട്ടേഡ് അക്കൗണ്ടന്റിനോ കോസ്റ്റ് അക്കൗണ്ടന്റിനോ ഒക്കെ സാധിക്കുകയുള്ളൂ. ഇത് വേറൊരു വിഭാഗമാണ്. ഇത് വളരെയധികം ചലഞ്ചിങ് ആയിട്ടും വളരെയധികം സാധ്യതകളുള്ള ഒരു മേഖലയും കൂടിയാണ്. ഇനി രണ്ടാമത് വരുന്ന വേറൊരു മേഖലയാണ് ഇൻസോൾവൻസി പ്രാക്ടീഷണർ. ഒരു പക്ഷെ നിങ്ങൾ ഈ പർട്ടിക്കുലർ പേര് സുപരിചിതമായിരിക്കില്ല നിങ്ങൾക്ക്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, പണ്ടുകൾ കമ്പനികൾ പൂട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ കമ്പനികൾ വിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു കടം കിട്ടാതെ ഒരു കമ്പനി മുങ്ങുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും കോർപ്പറേറ്റ് ഫ്രോഡുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കോടതികൾ എന്ത് ചെയ്യും? ഒരു റിസീവറിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യും, അല്ലെങ്കിൽ കോടതിയുടെ നേതൃത്വത്തിലുള്ള ലിക്വിഡേറ്റർമാരെയൊക്കെ അപ്പോയിന്റ് ചെയ്യും. എന്നാൽ ഈ 2016 ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് വന്നതിന് ശേഷം ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഗവൺമെന്റ് ഒഫീഷ്യൽസ് കൂടാതെ തന്നെ ഈ കമ്പനികളെ നിയന്ത്രിക്കാനും ഈ പറഞ്ഞ പോലെ കോടതി റിസീവറിനെ പോലെ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഇൻസോൾവൻസി പ്രാക്ടീഷണർമാർ. IP എന്ന് നമ്മൾ ചുരുക്കത്തിൽ പറയുകയും ചെയ്യും. ഈ ഇൻസോൾവൻസി പ്രാക്ടീഷണർമാരായിരിക്കും കമ്പനിയുടെ ലിക്വിഡേറ്റർമാരായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ കമ്പനിയുടെ കടങ്ങളൊക്കെ ലഭിച്ചു കൂട്ടാനായിട്ട് അല്ലെങ്കിൽ ലഭിക്കാനും നിർണ്ണയിക്കാനും അത് കൃത്യമായിട്ട് എല്ലാവർക്കും കൊടുക്കാനും ഒക്കെ കഴിവുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് എംപാനൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡിന്റെ നിയമം അനുസരിച്ചിട്ടുള്ള ഒരു പ്രൊഫഷണൽ വിഭാഗം കൂടിയാണ്. ഇതും കമ്പനി സെക്രട്ടറിമാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർക്കോ കോസ്റ്റ് അക്കൗണ്ടന്റ്മാർക്കോ അഡ്വക്കേറ്റ്സിനോ സാധിക്കും. ഇനി വേറെ വരുന്ന ഒരു വിഭാഗമാണ് ആർബിട്രേഷൻ ആൻഡ് കൺസിലിയേഷൻ സർവീസുകളൊക്കെ. നമുക്ക് ആർബിട്രേറ്റർമാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഒരു പ്രശ്നം? ഇപ്പൊ നമുക്ക് കോർപ്പറേറ്റ് മേഖല വളരെയധികം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഒട്ടാകെ. ഈ കോർപ്പറേറ്റ് മേഖലകളിലും അതേപോലെയുള്ള ബിസിനസ് കാര്യങ്ങളിലൊക്കെ കണ്ടമാനം ഡിസ്പ്യൂട്ടുകൾ അല്ലെങ്കിൽ ഒരു പക്ഷേ ഓഹരി ഉടമകളും അല്ലെങ്കിൽ ഈ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പല വ്യക്തികൾ തമ്മിലോ അല്ലെങ്കിൽ കമ്പനികൾ തമ്മിലോ ഒക്കെ പല തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ എല്ലാം കോടതി മുഖാന്തരം കോടതി നേതൃത്വം കൊടുക്കുന്ന ആർബിട്രേറ്റർമാരുണ്ട്. അതേപോലെ തന്നെയാണ് ആ ആർബിട്രേറ്റർമാരായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അഡ്വക്കേറ്റുമാർക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. ഇന്ത്യൻ ആർബിട്രേഷൻ നിയമങ്ങൾ അനുസരിച്ച് കോർപ്പറേറ്റ് മേഖലകളിലുള്ള ഡിസ്പ്യൂട്ടുകളിലും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലൊക്കെ ആർബിട്രേറ്റർമാരാകാനായിട്ട് കമ്പനി സെക്രട്ടറിമാർക്കും സാധിക്കും. ഈ കേരള ഹൈക്കോടതിയിൽ തന്നെ ആർബിട്രേറ്റർമാരായിട്ട് എംപാനൽ ചെയ്തിട്ടുള്ള കമ്പനി സെക്രട്ടറിമാർ 5-ൽ താഴെയാണ്. പക്ഷെ ഒട്ടുമിക്കവർക്കും വേണമെങ്കിൽ അവിടെ എംപാനൽഡ് ആകാം. അപ്പോ ഒരു ലീഗൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കോ അങ്ങനെയുള്ളവർക്കൊക്കെ ഉറപ്പായിട്ടും ഈ ഒരു ഫീൽഡിൽ എക്സസൈസ് ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യാം. വളരെയധികം സ്കോപ്പ് ഉള്ള ഒരു മേഖലയും കൂടിയാണ്. ഇത് പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണ്. ഇനി ഇന്റർനാഷണൽ ബിസിനസ് ലോകളൊക്കെ ഉണ്ട്. അപ്പോ നമുക്കറിയാം ഇന്ത്യൻ നിയമങ്ങൾ ഉള്ള പോലെ തന്നെ ഓരോ രാജ്യങ്ങളിലും ഇപ്പൊ യുണൈറ്റഡ് കിങ്ഡം, UK, ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ഓസ്ട്രേലിയ, മലേഷ്യ, സിംഗപ്പൂർ അല്ലെങ്കിൽ ദുബായ് കൺട്രീസ്, ഇവിടെയൊക്കെ ഇതുപോലെയുള്ള കമ്പനി നിയമങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇതേപോലെ തന്നെ കമ്പനി തുടങ്ങുന്നതും കമ്പനിയുടെ നിയമങ്ങളൊക്കെ നോക്കുന്നതും ഒക്കെ നിർബന്ധമാണ്. അതേപോലെ തന്നെ അങ്ങനെയുള്ള നിയമങ്ങളിലൊക്കെ അങ്ങനെയുള്ള സാധ്യതകളിലൊക്കെ നിങ്ങൾക്ക് കമ്പനി സെക്രട്ടറി എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് തന്നെ പല സപ്പോർട്ടുകളും പല സഹായങ്ങളും ഒക്കെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാനായിട്ട് ഈ കോഴ്സിനെ കൊണ്ട് സാധിക്കും. ഇനി ബാങ്കിങ് നിയമങ്ങൾ അനുസരിച്ച് എല്ലാ ബാങ്കുകളിലും നിർബന്ധമായിട്ട് കമ്പനി സെക്രട്ടറിമാര് ഉണ്ട്. അതേപോലെ തന്നെ ഫിനാൻസിങ് സ്ഥാപനങ്ങൾ, നമുക്ക് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾ അറിയാം. നമ്മൾ പല സ്ഥാപനങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഒരു കമ്പനി സെക്രട്ടറിമാരെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഉള്ള ബാങ്കിങ് നിയമങ്ങൾ, റിസർവ് ബാങ്ക് പറയുന്ന നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ, അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, ഇതിനു വേണ്ടിയുള്ള അഡ്വൈസുകളൊക്കെ കൊടുക്കാനായിട്ട് ഒരു കമ്പനി സെക്രട്ടറിമാർക്ക് സാധിക്കും. ഇതിൽ ഞാൻ വേറൊരു കാര്യം ഞാൻ പറയാം. കമ്പനി സെക്രട്ടറിമാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ നിയമവശങ്ങളായിട്ട് ഡീൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫീൽഡിലേക്ക് പോകാനായിട്ട് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ കമ്പനി സെക്രട്ടറി ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ബാങ്കിൽ കയറണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാങ്കിൽ കമ്പനി സെക്രട്ടറി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നിർബന്ധമായിട്ടും അല്ലെങ്കിൽ മിനിമം അവരുടെ പോസ്റ്റ്, മാനേജർ പോസ്റ്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റുകളായിരിക്കും മിനിമം അവരെ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു പോസ്റ്റ്. അവരെ ക്ലർക്കുകളായിട്ടോ പ്രൊഫഷണൽ ഓഫീസർമാരായിട്ടോ ഒന്നും ആയിരിക്കില്ല കമ്പനി സെക്രട്ടറിമാർ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെയുള്ള മേഖലകളാണ് ടാക്സേഷൻ മേഖലകൾ. ഈ ടാക്സേഷൻ മേഖലകളിൽ നമുക്ക് ഇൻകം ടാക്സ് അറിയാം. ഇൻകം ടാക്സിലെ ടാക്സ് പ്രാക്ടീഷണർ വേണമെങ്കിൽ കമ്പനി സെക്രട്ടറിമാർക്കാവാം. അതേപോലെ തന്നെ GST
ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഈ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ ടാക്സ് പ്രാക്ടീഷണർ ആവാനായിട്ട് കമ്പനി സെക്രട്ടറിമാർക്ക് സാധിക്കും. അതേപോലെയുള്ള ടാക്സേഷൻ വിഭാഗങ്ങൾ, കസ്റ്റംസ് വിഭാഗങ്ങളായാലും എക്സൈസ് വിഭാഗങ്ങളായാലും ഈ ഭാഗങ്ങളിലൊക്കെ കമ്പനി സെക്രട്ടറിമാർക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കമ്പനി സെക്രട്ടറിമാർക്ക് വളരെയധികം സർട്ടിഫിക്കേഷനുകളും കാര്യങ്ങൾ അപ്രൂവ് ചെയ്ത് വിടാനുള്ള കഴിവുകളും അതിനുവേണ്ടിയ സ്കില്ലുകളും ഒക്കെ കമ്പനി സെക്രട്ടറി പ്രൊഫഷൻ ഉണ്ട്. ഇനി വേറൊരു കോൺസെപ്റ്റ് ആണ് കസ്റ്റംസ് ബ്രോക്കർ. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു വിഭാഗം പ്രൊഫഷണൽസ് ആണ് കസ്റ്റംസ് ബ്രോക്കർമാർ. എന്താണ് ഈ കസ്റ്റംസ് ബ്രോക്കർമാർ? നമുക്ക് ഇന്ത്യയിൽ വെളിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുമ്പോഴൊക്കെ, അപ്പോൾ അത് കപ്പൽ മുഖേന ആവാം, ഫ്ലൈറ്റ് മുഖേന ആവാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലിയറൻസുകൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും നിയമവശങ്ങളും ഒക്കെ പരിശോധിച്ച് സർട്ടിഫൈ ചെയ്യുന്ന ഒരു വിഭാഗം പ്രൊഫഷണൽസ് ആണ് കസ്റ്റംസ് ബ്രോക്കർമാർ. കമ്പനി സെക്രട്ടറിമാരുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റംസ് ബ്രോക്കറും ആവാൻ പറ്റും. അതേപോലെ തന്നെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ഏരിയകളിൽ വളരെയധികം മുന്നിട്ട് നിൽക്കും കമ്പനി സെക്രട്ടറിമാർ. ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ തന്നെ സഹായിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിനൊപ്പം തന്നെ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു മേഖല കൂടിയാണ് കമ്പനി സെക്രട്ടറിമാർക്ക് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്. അതേപോലെ തന്നെ ജനറൽ ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റുകൾ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുകൾ. നമുക്ക് ഓൾറെഡി ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, കമ്പനി സെക്രട്ടറിമാർ എന്ന് പറയുന്നത് കമ്പനിയുടെ ഡയറക്ടർമാരെയും ഓഹരി ഉടമകളെയും ഗവൺമെന്റിനെയും മറ്റെല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഒക്കെ അവരെ ബാലൻസ് ചെയ്യുകയും അവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടു നടത്തുകയും ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ കൂടിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഹ്യൂമൻ റിസോഴ്സ് സ്കില്ലുകൾ, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ റിസോഴ്സ്, പൊതുവെ കമ്പനി സെക്രട്ടറിമാരെ HR മാനേജറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന കമ്പനികളൊക്കെ എനിക്കറിയാം. കമ്പനി സെക്രട്ടറിമാരായിട്ടാണ് അപ്പോയിന്റ് ചെയ്യും, അവർക്ക് അഡീഷണൽ ചുമതലകളായിട്ട് HR വിഭാഗങ്ങളൊക്കെ കൊടുക്കുന്നതായിട്ട് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഒരു കാര്യമാണ്, ഈ HR വിഭാഗങ്ങളിൽ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ മറ്റ് സ്റ്റേറ്റുകളുണ്ട്. ഇപ്പൊ ഹരിയാന സ്റ്റേറ്റുകളിലൊക്കെ കമ്പനി സെക്രട്ടറിമാർ ഒപ്പിട്ട് കൊടുക്കുന്ന പല രേഖകളും ലേബർ നിയമങ്ങളിൽ, ദാറ്റ് ഇസ് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള നിയമങ്ങളിലൊക്കെ ഡിപ്പാർട്ട്മെന്റുകളും ഗവൺമെന്റും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ സദേൺ സ്റ്റേറ്റുകളിലും അല്ലെങ്കിൽ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ഗവൺമെന്റുകൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള ശ്രമത്തിലാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ചാനലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളൊക്കെ, അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗമായിട്ടുള്ള നിയമങ്ങളൊക്കെ, ഇവിടെയൊക്കെ കമ്പനി സെക്രട്ടറിമാർക്ക് സർട്ടിഫിക്കേഷൻ സ്കോപ്പുകളുണ്ട്. അതേപോലെ തന്നെ അവർക്ക് കണ്ടമാന അഡ്വൈസറി സർവീസസ് കൊടുക്കാനുള്ള സ്കോപ്പുകളൊക്കെ ഉണ്ട്. ഇനി ഒരു കമ്പനി സെക്രട്ടറിമാർ എംപ്ലോയിഡ് ആണെങ്കിൽ കമ്പനിക്ക് വളരെയധികം ഇനീഷ്യൽ പബ്ലിക് ഓഫർ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുഖേന തന്നെ ഇൻവെസ്റ്റ്മെന്റുകൾ സ്വീകരിക്കാനായിട്ടുള്ള എല്ലാത്തരം നിയമസഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. ഫോറിൻ ഫണ്ടുകളൊക്കെ കമ്പനിയിൽ സ്വീകരിക്കാനായിട്ടുള്ള നിയമോപദേശങ്ങളും നിയമവശങ്ങളും നിയമ സർട്ടിഫിക്കേഷനുകളും ഒക്കെ ഈ കമ്പനി സെക്രട്ടറിമാരായിരിക്കും ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾക്കറിയാം, ഇപ്പൊ വോഡാഫോൺ, ഐഡിയ ഒരുമിച്ച് ഒരു കമ്പനിയായി മാറി. ഇതൊക്കെ കോർപ്പറേറ്റ് മേഖലയിൽ കോർപ്പറേറ്റ് നിയമങ്ങൾ അനുസരിച്ചിട്ട് വരുന്ന തീരുമാനങ്ങളാണ്. ഇങ്ങനെയുള്ള കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്ങുകളൊക്കെ സപ്പോർട്ട് ചെയ്യാനും അതിനു വേണ്ടിയിട്ടുള്ള നിയമവശങ്ങളും അതിനു വേണ്ടിയിട്ട് കോടതികളിൽ ഹാജരാവാനും വേണ്ട സ്കോപ്പുകളും വേണ്ട അഡ്വൈസുകളും ഒക്കെ കൊടുക്കാൻ കമ്പനി സെക്രട്ടറിമാർക്ക് സാധിക്കും. അതേപോലെ തന്നെയാണ് പ്രോജക്ട് പ്ലാനിങ്. നമുക്കറിയാം, സ്റ്റാർട്ടപ്പ്, മേക്ക് ഇൻ ഇന്ത്യ, അങ്ങനെയുള്ള പല പദ്ധതികളിലൊക്കെ പ്രോജക്ട് റിപ്പോർട്ടുകളും അത് വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നിയമവശങ്ങളും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ് കമ്പനി സെക്രട്ടറിമാർ. അതേപോലെ തന്നെയാണ് ജോയിന്റ് വെഞ്ചറുകൾ. ഇപ്പൊ നമുക്ക് ഉദാഹരണം, ഇപ്പൊ ഹീറോ ഹോണ്ട ഒരു ജോയിന്റ് വെഞ്ചർ ആയിരുന്നു. അതേപോലെ അല്ലെങ്കിൽ ഫോറിൻ കൊളാബറേഷനുകളിൽ അല്ലെങ്കിൽ എൻറ്റയർ ആയിട്ടുള്ള ലോൺ സിൻഡിക്കേഷൻ, ടാക്സേഷൻ വകുപ്പുകളിലൊക്കെ, അല്ലെങ്കിൽ ഡ്യൂ ഡിലിജൻസ്. നമുക്ക് തന്നെ അറിയാം, കമ്പനികൾക്ക് ബിസിനസ് നടത്തിപ്പിന് വേണ്ടിയിട്ട് ബാങ്കുകളിൽ നിന്നോ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ അവർക്ക് പണം സമാഹരിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ലോണുകളൊക്കെ സ്വീകരിക്കുമ്പോൾ 5 കോടിയിൽ കൂടുതലൊക്കെ പൈസ സ്വീകരിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും അവർക്ക് ഡ്യൂ ഡിലിജൻസ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട്, ദാറ്റ് ഇസ് എല്ലാ നിയമങ്ങൾക്ക് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് നിർബന്ധമായിട്ടും ബാങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് മറ്റാരുമല്ല, കമ്പനി സെക്രട്ടറിമാരാണ്. അതേപോലെ തന്നെയാണ് ഓരോ നിയമങ്ങളും ഓരോ നിയമവശങ്ങളും ഒക്കെ നമ്മുടെ പ്രൊഫഷൻ. അതേപോലെ തന്നെയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റെസ്പോൺസിബിലിറ്റിയും കൂടിയിട്ടാണ് ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഒരു സൊസൈറ്റിയുടെ അടിസ്ഥാനമായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു കോർപ്പറേറ്റിന്റെ സ്വന്തം ഫണ്ട് മുടക്കി അവരെ സഹായിക്കുന്നു.
ഇങ്ങനെ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് അഡ്വൈസുകളൊക്കെ ഒരു കമ്പനി സെക്രട്ടറിക്കും വേണ്ടിയിട്ടുള്ള കഴിവുകളൊക്കെ ഇവർക്ക് ലഭ്യമാണ്. ഇനി എന്താണ് ഒരു കമ്പനി സെക്രട്ടറി ഇല്ലെങ്കിൽ സംഭവിക്കുക? കമ്പനി സെക്രട്ടറി ഇല്ലെങ്കിൽ കണ്ടമാനം തെറ്റുകളും നോൺ കംപ്ലയൻസുകളും, ദാറ്റ് ഇസ് നിയമം പാലിക്കാത്ത അവസരങ്ങളിലൊക്കെ കമ്പനികളിൽ ഉണ്ടാവും. അതേപോലെ തന്നെ കൃത്യമായിട്ട് കിട്ടേണ്ട അഡ്വൈസുകളൊന്നും കിട്ടില്ല. കമ്പനികൾക്ക് ഈ കമ്പനി സെക്രട്ടറിക്ക് കൊടുക്കുന്ന ശമ്പളത്തിനേക്കാൾ കൂടുതൽ കമ്പനികൾക്ക് ഫൈനായിട്ടും പെനാലിറ്റി ആയിട്ടും ഒക്കെ പല നിയമങ്ങൾ മുഖാന്തരം അവർക്ക് ഗവൺമെന്റിലേക്ക് കണ്ടുകിട്ടേണ്ടതും അടക്കേണ്ടതായിട്ടൊക്കെ വരും. കമ്പനിയുടെ ഡയറക്ടർമാർക്ക് വരെ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാനായിട്ട് വളരെയധികം റിസ്കുകളാണ്. ഇനി കമ്പനി സെക്രട്ടറി കോഴ്സ് എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ സാധ്യതകളാണ് എനിക്ക് കമ്പനി സെക്രട്ടറിമാർ കോഴ്സിനെ കുറിച്ച് ഇനിയും ഫർദർ ആയിട്ട് ഉള്ളത്? ഒരു കാര്യം ഞാൻ ഇതിൽ പറയാം. കമ്പനി സെക്രട്ടറി കോഴ്സുകളിൽ ഒരു പക്ഷേ നിങ്ങൾ കണ്ടമാനം ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ വളരെ വ്യക്തമായിട്ടും വളരെ ദൃഢനിശ്ചയത്തോടു കൂടി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴ്സും ബുദ്ധിമുട്ട് ഉള്ളതല്ല. ചാർട്ടേഡ് അക്കൗണ്ടൻസ് പോലെയോ കമ്പനി സെക്രട്ടറിമാർ പോലെയോ കോസ്റ്റ് അക്കൗണ്ടൻസ് പോലെയോ അല്ലെങ്കിൽ സിവിൽ സർവീസോ, നിങ്ങൾ ഏതൊരു കോഴ്സ് തിരഞ്ഞെടുത്താലും നിങ്ങളുടെ ടോട്ടൽ എഫേർട്ടാണ് ഇതിൽ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾ എത്രത്തോളം നല്ല താല്പര്യത്തോടു കൂടിയും ദൃഢനിശ്ചയത്തോടും കൂടി ഇത് പഠിക്കുന്നു, അതേപോലെ ആണ് വളരെയധികം ബുദ്ധിമുട്ടില്ലാതെ പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സും കൂടിയാണ് കമ്പനി സെക്രട്ടറി കോഴ്സ്. ഒരു പക്ഷേ ഏവർക്കും ഒരു ക്ലാസിന്റെ സഹായത്തോടു കൂടി ഇല്ലാതെ പോലെ വീട്ടിലിരുന്ന് വേണമെങ്കിലും ഈ കോഴ്സ് ചെയ്യാം. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. കേരള ഗവൺമെന്റ് കമ്പനികളിൽ പാസ് ഓഫ് നൗ നമുക്ക് അറിയാം 65,000 കമ്പനി സെക്രട്ടറിമാർ ഓൾ ഇന്ത്യ ലെവലിൽ ഉള്ളെങ്കിലും ഇത്രയധികം കമ്പനി സെക്രട്ടറിമാർ തുച്ഛമായിട്ടുള്ളത് കൊണ്ടും കേരളത്തിൽ ഒട്ടാകെ തന്നെ കേരളത്തിലുള്ള ഗവൺമെന്റ് കമ്പനികളിൽ കേരള സർക്കാർ രൂപീകരിച്ചിട്ടുള്ള പല കമ്പനികളിലും കമ്പനി സെക്രട്ടറിമാരായിട്ട് നിയമിക്കാനായിട്ട് നമുക്ക് PSC പരീക്ഷ ഒന്നും എഴുതണ്ട. വളരെ അധികം കമ്പനി സെക്രട്ടറിമാരുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് തന്നെ അവര് കോൺട്രാക്ച്വൽ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റുകളും ടെൻഡറായിട്ട് വിളിച്ചുകയും ഡയറക്ട്ലി ആണ് അപ്പോയിന്റ്മെന്റുകളും ഒക്കെ സാധ്യതകൾ ഗവൺമെന്റ് സെക്ടറിൽ, കേരള ഗവൺമെന്റ് സെക്ടറിലായാലും അതേപോലെ തന്നെയാണ് സെൻട്രൽ ഗവൺമെന്റ് സെക്ടറിലായാലും ഈ കോഴ്സിന് വളരെയധികം ഉള്ളത്. ഇനി ഒരുപക്ഷെ കുറെ പേർക്ക് സിവിൽ സർവീസ് ചെയ്യാനായിരിക്കും താല്പര്യം. എന്നാലും ഞാൻ പറയട്ടെ, സിവിൽ സർവീസിലും ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. നമ്മൾ IAS കേട്ടിട്ടുണ്ട്, IPS കേട്ടിട്ടുണ്ട്, IRS കേട്ടിട്ടുണ്ട്, IFS കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വിഭാഗമാണ് ICLS, ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസ്. കമ്പനികളുടെ പ്രൊട്ടക്ഷനും കമ്പനികളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്ന ഒരു വിഭാഗം റെഗുലേറ്റേഴ്സും ഒക്കെ ഉണ്ട്. അവരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, റീജിയണൽ ഡയറക്ടർമാർ എന്നൊക്കെ പറയും. ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസും റീജിയണൽ ഡയറക്ടർ ഒക്കെ ഇന്ത്യൻ കമ്പനി ലോ സർവീസ് എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ ICLS ഉള്ളവരാണ്. അപ്പോ അവർ സിവിൽ സർവീസിലൂടെ നോക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി കൊമേഴ്സ് ഫീൽഡിൽ സിവിൽ സർവീസിന്റെ മേഖലകളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനിയും തീർന്നിട്ടില്ല. ഈ കോഴ്സുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് ദുബായ് രാജ്യങ്ങളിലൊക്കെ ഈ കോഴ്സ് വളരെയധികം റെക്കഗ്നൈസ്ഡ് ആണ്. നിങ്ങൾക്ക് കാനഡയിൽ പോവാം, മലേഷ്യയിൽ പോവാം, അങ്ങനെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും UK വരെ ഈ കോഴ്സിന് റെക്കഗ്നീഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടുത്തെ ചാർട്ടേഡ് സെക്രട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പല മെമ്മോയൂസും അതേപോലെയുള്ള ടൈപ്സും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വളരെയധികം ഉണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ അംഗത്വമുള്ളവർക്ക് അവിടെയും അംഗത്വം ലഭിക്കാനായിട്ടുള്ള മാർഗങ്ങളും ഒക്കെ നിർബന്ധമായിട്ടും ഉണ്ട്. ഇനി കമ്പനി സെക്രട്ടറി കോഴ്സുകൾ എങ്ങനെയാണ് ഇത് ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ കോഴ്സിലേക്ക് കടക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണം? അപ്പോ ഈ കോഴ്സുകളിൽ മേജർ ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലാണ് അഡ്മിഷൻ സാധാരണ രീതിയിൽ നടക്കുന്നത്. ഒന്ന് +2 കഴിഞ്ഞവരും, ഒന്ന് ഡിഗ്രിയും CAയും ഒക്കെ ചെയ്യുന്നവരായിരിക്കാം. അപ്പോ +2 കഴിഞ്ഞവരും ആണെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ടും ഒരു എൻട്രൻസ് ടെസ്റ്റ് പേപ്പർ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാം എഴുതിയെടുക്കണം. അതിനെ കമ്പനി സെക്രട്ടറീസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. വർഷത്തിൽ 4 തവണ ഈ പരീക്ഷ നടക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും വളരെയധികം എളുപ്പത്തിൽ പാസ്സാവുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ഇപ്പോ ആസ് ഓഫ് നൗ ഓൺലൈൻ ആണ് ഈ എക്സാം. നമുക്ക് വീടുകളിൽ ഇരുന്ന് തന്നെ നമുക്ക് ഈ എക്സാം എഴുതാവുന്നതുമാണ്. അങ്ങനെ എൻട്രൻസ് എക്സാം പാസ്സായതിനു ശേഷം 2 ലെവലുകളാണ് നമുക്ക് ഈ കോഴ്സുകൾക്കുള്ളത്. ഒന്ന് എക്സിക്യൂട്ടീവ് പ്രോഗ്രാം എന്ന് പറയും, ദാറ്റ് ഇസ് അതിനെ ഇന്റർമീഡിയറ്റ് ലെവലിൽ വേണമെങ്കിൽ പറയാം. പിന്നെ പ്രൊഫഷണൽ പ്രോഗ്രാം എന്നുള്ളത്, ദാറ്റ് ഇസ് ഫൈനൽ ലെവൽ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം.
ഇതേപോലെ തന്നെയാണ് നമ്മളൊരു ഗ്രാജുവേറ്റ് ആണ്, ദാറ്റ് ഈസ് ഞാൻ BCom BBA അങ്ങനെയൊക്കെ പഠിച്ചുള്ള ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, MCom ഒക്കെ പഠിച്ചുള്ളത്, എനിക്ക് 50% കൂടുതൽ മാർക്കുണ്ട്, അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണ്ട. പകരം എനിക്ക് ഡയറക്ട്ലി തന്നെ കമ്പനി സെക്രട്ടറി കോഴ്സിന്റെ എക്സിക്യൂട്ടീവ് ലെവൽ, ദാറ്റ് ഈസ് ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് തന്നെ അഡ്മിഷൻ ലഭിക്കും. എനിക്ക് ഡയറക്ട്ലി തന്നെ ഇതിൽ ചേരാവുന്നതുമാണ്. ഇനി ഈ കോഴ്സ് അല്ലെങ്കിൽ ഞാനൊരു കമ്പനി സെക്രട്ടറി ആകാനായിട്ട് എത്ര നാളെടുക്കും, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്കുള്ളത്? അപ്പോ ഈ കമ്പനി സെക്രട്ടറി ആവാനായിട്ട് നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ 2 ലെവലുകളാണ്. ഒന്ന് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ് ലെവല്, ഒന്ന് ഫൈനൽ ലെവല്. എൻട്രൻസ് എക്സാമിനേഷൻ +2 കഴിഞ്ഞ കുട്ടികൾക്ക് നിർബന്ധമായിട്ടുണ്ട്, ഡിഗ്രി കഴിഞ്ഞവർക്ക് വേണ്ട. ഇനി ഈ ഫൈനൽ കോഴ്സ് ചെയ്ത് കഴിയുന്നതിന് ശേഷം, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രെയിനിങ് ഉണ്ട്. ഇപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർക്ക് ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്ന പോലെ തന്നെ 3 വർഷത്തെ ട്രെയിനിങ് ഉണ്ട്. അതേപോലെ തന്നെയാണ് കോസ്റ്റ് അക്കൗണ്ടൻസിനും ട്രെയിനിങ് ഉണ്ട്. അതേപോലെ തന്നെ കമ്പനി സെക്രട്ടറിമാർക്കും. ഇപ്പൊ നിങ്ങൾക്കറിയാം, അഡ്വക്കേറ്റുമാർക്ക് വരെ ജൂനിയർ ആയിട്ട് കുറച്ച് നാള് ഒരു അഡ്വക്കേറ്റിന്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്താലേ അത് അവർക്ക് അതനുസരിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് സ്കിൽസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് കമ്പനി സെക്രട്ടറിമാർക്കും ഒരു കമ്പനി സെക്രട്ടറിയുടെ കീഴെ, അതൊരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിയുടെ കീഴെ ആവാം, എംപ്ലോയിഡ് കമ്പനി സെക്രട്ടറിയുടെ കീഴെ ആവാം, അവർക്ക് 2 വർഷത്തെ ട്രെയിനിങ് നിർബന്ധമായിട്ടും എടുക്കേണ്ടതുണ്ട്. അത് എക്സിക്യൂട്ടീവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പഠിക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ അവർക്ക് അത് ചെയ്യാം. ദാറ്റ് ഈസ് എക്സിക്യൂട്ടീവ് കഴിഞ്ഞു പ്രൊഫഷണൽ പഠിക്കുന്ന ലെവൽ, ദാറ്റ് ഈസ് ഇന്റർമീഡിയറ്റ് ലെവൽ പാസ്സായി അതിനുശേഷം ഫൈനൽ ലെവലിലേക്ക് പോകുന്ന സമയത്ത് വരെ വേണമെങ്കിൽ എനിക്ക് അത് പഠിക്കാനും അതിനനുസരിച്ചിട്ടുള്ള സ്കോപ്പുകളൊക്കെ അവൈലബിൾ ആണ്. ഇതിനുശേഷം എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് മെമ്പർഷിപ്പ് തരും. അതിനുശേഷം ഞാൻ കമ്പനി സെക്രട്ടറി ആയിട്ട് അറിയപ്പെടും. ഇത്രയേ ഉള്ളൂ മേജർ ആയിട്ട് ഈ കോഴ്സിൽ, അല്ലെങ്കിൽ ഈ കോഴ്സിലുള്ള സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ സ്റ്റേജുകൾ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പാത്ത് വേ ടു ബിക്കം എ കമ്പനി സെക്രട്ടറി എന്ന് നമ്മൾ പറയും. ഇനി ഈ കോഴ്സുകളിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? ഒരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പല കോഴ്സുകൾ അല്ലെങ്കിൽ പല ഡിഗ്രികളും ഗ്രാജുവേഷനും PG ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ ഒരു സ്ട്രക്ചേർഡിനേക്കാളും ഉപരി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു കമ്പനി സെക്രട്ടറിയിൽ നിന്ന് ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങളിൽ പ്രാവീണ്യം വേണം, എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കണം, ആ കാര്യങ്ങൾ മുൻനിർത്തിയിട്ടാണ് ഈ കോഴ്സിന്റെ രൂപകൽപ്പന ഒക്കെ ചെയ്തിരിക്കുന്നതും ഈ കോഴ്സിന് നിങ്ങൾക്ക് പഠിക്കാനുള്ള സിലബസും നിശ്ചയിച്ചിരിക്കുന്നത്. ഈ എൻട്രൻസ് എക്സാമിനേഷന് നിങ്ങൾക്ക് ബേസിക്കലി പഠിക്കാനുള്ളത് വളരെ ചുരുങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. ഒന്ന് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ ഓൾറെഡി +2 പഠിച്ചിട്ടുണ്ടാവും. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിങ്, ഇതും നിങ്ങൾ +2 ഓൾറെഡി പഠിക്കുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രം എക്സ്ട്രാ പഠിക്കാനുള്ളൂ. അതേപോലെ തന്നെയാണ് എക്കണോമിക് ആൻഡ് ബിസിനസ് എൻവയോൺമെന്റ്, ഇത് നിങ്ങൾ +2 ഓൾറെഡി നിങ്ങളുടെ സബ്ജക്റ്റ് ആണ്. കറന്റ് അഫയേഴ്സ്, അത്യാവശ്യത്തിന് പത്രം വായിക്കുന്നവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും എൻട്രൻസ് എക്സാമിനേഷൻ വളരെ എളുപ്പത്തിൽ പാസ്സാവുന്നതാണ്. ഇത് കൂടാതെ ഒരു ഫൈബർ മ്യൂസിയം ഉണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സാവാൻ വളരെയധികം സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കോഴ്സും കൂടിയാണ്. ഈ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ലെവൽ, ഈ എക്സിക്യൂട്ടീവ് ഇന്റർമീഡിയറ്റ് ലെവലിൽ തന്നെ മൊത്തം നമുക്ക് 8 സബ്ജക്റ്റുകളാണ് അല്ലെങ്കിൽ 8 പേപ്പറുകളാണ് നമുക്ക് പാസ്സാവാനുള്ളത്. ഇതിൽ ഒരു കാര്യമുള്ളത്, ഈ 8 പേപ്പറിനെ 4 പേപ്പർ ആയിട്ട് വീതിച്ച് 2 ഗ്രൂപ്പുകളായിട്ടും തിരിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ ജോലി ചെയ്യുന്ന കുട്ടികളാവാം, ഒരു പക്ഷേ സ്ഥിരമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാവാം, ഇനി അതുമല്ല നമ്മൾ ഓൾറെഡി മറ്റു പല കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്നവരാവാം. ഈ ആൾക്കാർക്കൊക്കെ ഇതനുസരിച്ച് അവരുടെ കോഴ്സ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഒരു വർഷം 2 തവണയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പരീക്ഷകൾ നടത്തുന്നത്, ഒന്ന് ജൂണിലും ഒന്ന് ഡിസംബറിലും. അപ്പോ നമുക്ക് പഠിക്കാനുള്ള സമയം മുൻനിർത്തിയും, നമ്മൾക്ക് കൂടുതലായിട്ട് നമ്മളിപ്പോ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള സമയങ്ങളൊക്കെ അതിനനുസരിച്ച് ചുരുങ്ങിയതായിരിക്കും. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഒരു മോഡ്യൂൾ ഒരു അറ്റംപ്റ്റിലും മറ്റേ മോഡ്യൂൾ വേറൊരു അറ്റംപ്റ്റിലും ഒക്കെ എഴുതാനുള്ള പല സാധ്യതകളും ഈ കോഴ്സ് തരുന്നുണ്ട്. അതേപോലെ അപ്പോൾ 4 പേപ്പർ മാത്രം എഴുതിയാൽ മതി. 4 പേപ്പർ മാത്രം ഒരു തവണ പഠിക്കുക, അത് പാസ്സാവുക, അത് കഴിഞ്ഞിട്ട് അടുത്ത 4 പേപ്പർ പഠിക്കുക, അങ്ങനെയുള്ള ഓപ്ഷനുകളുണ്ട്. ഇനി അതുമല്ല സ്ഥിരമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ 8 പേപ്പർ ഒരുമിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് പാസ്സാവാം. ഇനി എന്തൊക്കെയാണ് ആ സബ്ജക്റ്റുകൾ എന്നുള്ളത് നമുക്ക് 1-2 ജസ്റ്റ് കാര്യങ്ങൾ നോക്കാം. ഒന്ന് കമ്പനി ലോ, കമ്പനി നിയമങ്ങളാണ്. 2 ജൂറിസ്പ്രൂഡൻസ്, ഇന്റർപ്രിട്ടേഷൻ, ജനറൽ ലോസ്, വക്കീലന്മാർ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണത്. നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമമാണ്. ഇതിലൊരു കാര്യമുള്ളത്, നാളെ ഒരിക്കൽ നമ്മുടെ കമ്പനി സെക്രട്ടറി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്
നാഷണൽ ലോ സ്കൂൾ പോലെയോ അല്ലെങ്കിൽ ന്യൂവാൽസ് പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ വേണമെങ്കിൽ ഒരു ലോ ഗ്രാജുവേഷൻ വളരെ എളുപ്പത്തിൽ എടുക്കാവുന്ന ഒരു സാധ്യതകൾ ഞങ്ങൾ കാണുന്നുണ്ട് ഇൻ ഫ്യൂച്ചർ. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ കോഴ്സ് പഠിക്കുന്നവർക്കൊക്കെ അത് പെട്ടെന്ന് പാസ്സാവാൻ അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഒരു കൈ കരസ്ഥമാക്കാനായിട്ടുള്ള സാധ്യതകൾ ഈ സബ്ജക്റ്റുകൾ പഠിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് ടാക്സ് നിയമങ്ങൾ. ഇത്രയേ ഉള്ളൂ മോഡ്യൂൾ 1-ൽ. മോഡ്യൂൾ 2-ൽ 4 പേപ്പർ. അതിൽ 1 സെക്യൂരിറ്റി നിയമങ്ങളാണ്, 2 എക്കണോമിക് ആൻഡ് കമേഴ്ഷ്യൽ ലോ നിയമങ്ങളാണ്. നമ്മൾ പല നിയമങ്ങളുണ്ട്, റെറ നിയമങ്ങൾ, നമ്മൾ ലീഗൽ മെട്രോളജി നിയമങ്ങൾ, ഇങ്ങനെയുള്ള പല നിയമങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്ന നിയമങ്ങൾ പഠിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾക്ക് ബേസിക്കലി ഒരു കാര്യം അറിഞ്ഞിരിക്കാം, കമ്പനികളുടെ കണക്കുകളെ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരും ഒപ്പിടും. ആ കമ്പനി സെക്രട്ടറിമാർക്ക് അക്കൗണ്ടിങ് രീതികളിലും അക്കൗണ്ടിങ് ആസ്പെക്ടുകളിലൊക്കെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ളത് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ആ കാര്യങ്ങളൊക്കെ വളരെയധികം ഫോളോ ചെയ്യാനും ഇവർക്ക് റെസ്പോൺസിബിൾ ആണ്. ഇനി അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റുകൾ പോലെയുള്ള സബ്ജക്റ്റുകൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതും അത് അറിഞ്ഞിരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കമ്പനി സെക്രട്ടറിമാർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ സബ്ജക്റ്റുകളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ബികോം കഴിഞ്ഞവർക്കോ എംകോം കഴിഞ്ഞവർക്കൊക്കെ ഈ അക്കൗണ്ടിങ് പേപ്പറുകളും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പേപ്പറുകളും ഇതൊക്കെ ഇതിലൊരു പകുതി സബ്ജക്റ്റുകളൊക്കെ അവരുടെ സിലബസിൽ ഓൾറെഡി അവർ പഠിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അവർക്ക് അത് വളരെയധികം സഹായകരവുമായിരിക്കും. എക്സിസ്റ്റിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണ്. ഈ ഫൈനൽ ലെവലിൽ നമ്മൾ ഇതിന് പ്രൊഫഷണൽ പ്രോഗ്രാം എന്നാണ് പറയുന്നത്. ഫൈനൽ ലെവലിൽ നമുക്ക് 9 സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളത്, 9 പേപ്പറുകൾ. അതിനെ 3 പേപ്പറുകളായിട്ട് 3 മോഡ്യൂളായിട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓരോ മോഡ്യൂൾ വെച്ചിട്ട് പഠിച്ച് പാസ്സാവാനുള്ള ഓപ്ഷൻ ആണ്. ഇനി അതുമല്ല നമുക്ക് 2 മോഡ്യൂൾ പഠിച്ചാൽ മതിയെങ്കിൽ അങ്ങനെയും പഠിക്കാം. 3 മോഡ്യൂളും കൂടി ഒരുമിച്ച് 9 പേപ്പർ പഠിക്കണമെങ്കിൽ അങ്ങനെയും പഠിക്കാം. ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിലൊരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം നമ്മൾ ബികോമിനോ നമ്മൾ +2-നൊക്കെ നമ്മൾ ഈ 8 പേപ്പർ അല്ലെങ്കിൽ 6 പേപ്പറൊക്കെ ഒരുമിച്ച് പഠിച്ച് പാസ്സായ കുട്ടികളാണ്. അപ്പോ ഇവിടെ വരുമ്പോഴും നമുക്ക് വേണമെങ്കിൽ അതേ ലെവലിൽ തന്നെ അതേപോലെ 6 പേപ്പർ നമുക്ക് പഠിച്ച് പാസ്സാവാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് 3 പേപ്പർ വേണമെങ്കിൽ അങ്ങനെയും പഠിക്കാം. ഇനി ഫൈനൽ ലെവലില് മോഡ്യൂളുകളിൽ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കാം. 1 ഗവേണൻസ്, റിസ്ക് മാനേജ്മെന്റ്, കംപ്ലയൻസ്. ഓക്കെ, എന്താണ് കംപ്ലയൻസും കാര്യങ്ങളൊക്കെ. ടാക്സ് ലോന്റെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിൽ ഇന്റർനാഷണൽ ടാക്സുകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ ഡ്രാഫ്റ്റിംഗ്, റീഡിംഗ്, അപ്പിയറൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു കമ്പനി സെക്രട്ടറിമാർക്ക് കോടതികളിൽ ക്ലയൻസിന് വേണ്ടി ഹാജരാവാം. അപ്പോൾ കോടതികളുടെ ഡോക്യുമെന്റേഷൻ, കോടതികളിൽ പെറ്റീഷൻ എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഞാൻ ഒരു കമ്പനീനെ റെപ്രസെന്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പേപ്പറാണ് ഈ ഡ്രാഫ്റ്റിംഗ്, പ്ലീഡിങ്സ് ആൻഡ് അപ്പിയറൻസ്. ഇനി മോഡ്യൂൾ 2 ആകട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞു കമ്പനി സെക്രട്ടറിമാരുടെ ഒരു ഓഡിറ്റിംഗ് മേഖലയാണ് സെക്രട്ടറൽ ഓഡിറ്റ്. സെക്രട്ടറൽ ഓഡിറ്റും ഡ്യൂ ഡിലിജൻസുകളൊക്കെ എങ്ങനെയാണ്, അതേ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നത്. കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്, ഇൻസോൾവൻസി, ലിക്വിഡേഷൻ, ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നതും ഒരു കമ്പനി പൂട്ടുന്ന കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു കമ്പനിയുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ആർബിട്രേഷൻ സ്കോപ്പുകളൊക്കെ. അപ്പൊ റെസൊല്യൂഷൻ ഓഫ് കോർപ്പറേറ്റ് ഡിസ്പ്യൂട്ട്സ്, നോൺ കംപ്ലയൻസ് ആൻഡ് റെമഡീസ്, അങ്ങനെയുള്ള ഒരു ഏരിയാസിൽ നമുക്ക് നോക്കാം. ഇനി 3-ാമത്തെ മോഡ്യൂൾ വളരെ രസകരമായിട്ടുള്ള ഒരു മോഡ്യൂളാണ്. ഇതിലൊരു വളരെയധികം നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിട്ട് വരുന്ന ഒരു കാര്യം പറഞ്ഞ്, ഇതിൽ 3 പേപ്പറുകൾ ആണ് പഠിക്കാനുള്ളത്. ഈ 3 പേപ്പറുകളിൽ 2 പേപ്പർ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് തുറന്നു വെച്ച് പരീക്ഷ എഴുതാം എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം തന്നെ പുറം രാജ്യങ്ങളിലുള്ള പല യൂണിവേഴ്സിറ്റികളിലും, ഏറ്റവും പ്രമുഖമായിട്ടുള്ള പല യൂണിവേഴ്സിറ്റികളിലും കോഴ്സുകളൊക്കെ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻസ് ആണ്. ആ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ നമുക്ക് തന്നെ അറിയാം, ഓൾ ഇന്ത്യ ബാർ കൗൺസിൽ എക്സാമിനേഷൻ പോലും ഓപ്പൺ ബുക്ക് ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കോഴ്സിന്റെ ഫൈനൽ 9 പേപ്പറിൽ 2 പേപ്പർ ഓപ്പൺ ബുക്ക് ആണ്. ഏതൊക്കെയാണ് സബ്ജക്റ്റുകൾ നമുക്ക് നോക്കാം. 1 മൾട്ടി ഡിസിപ്ലിനറി കേസ് സ്റ്റഡീസ്. ദാറ്റ് ഈസ് കുറേ കോടതികളിൽ നിയമങ്ങൾ വിവരിച്ചിട്ടുള്ളതും നിയമങ്ങൾ പാസ്സാക്കിയിട്ടുള്ള കുറെ കേസുകളൊക്കെ വിവരിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. പിന്നെ കോർപ്പറേറ്റ് ഫണ്ടിങ് ആൻഡ് ലിസ്റ്റിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഓഹരികൾ നിക്ഷേപിക്കുകയും ഓഹരികളിൽ ലിസ്റ്റ് ചെയ്യുകയും ചെയ്യപ്പെടുന്ന അങ്ങനെയുള്ള സാധ്യതകളിൽ അങ്ങനെയുള്ള സബ്ജക്റ്റും. പിന്നെ ഉള്ളത് എലക്റ്റീവ് പേപ്പർ ആണ്. നമുക്ക് ഏകദേശം 8 പേപ്പറോളം നമുക്ക് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇതിൽ ഏത് സബ്ജക്ട് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള മാർഗമുണ്ട്. അപ്പോ ഇൻസൊലൻസി നിയമങ്ങൾ പഠിക്കണമെങ്കിൽ അത് പഠിക്കാം.
ബാങ്കിങ് ലോ, ഇതൊരു സ്പെഷ്യലൈസേഷനും കൂടിയാണ്. ഞാൻ കമ്പനി സെക്രട്ടറി, ഞാൻ ഇന്ന ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്തു എന്ന് നിങ്ങൾക്ക് പറയുകയും ചെയ്യാം. ഫോറൻസിക് ഓഡിറ്റുകളാണെങ്കിൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് നിയമങ്ങളാണെങ്കിൽ, ഇനി അതുമല്ല ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, അതിന് ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ, കമ്പനി സെക്രട്ടറിമാർക്ക് വേണമെങ്കിൽ ട്രേഡ് മാർക്ക് ഏജന്റ് അല്ലെങ്കിൽ പേറ്റന്റ് ഏജന്റ് ആവാനായിട്ടുള്ള സ്കോപ്പുകളുണ്ട്. അപ്പൊ നന്നായിട്ട് ആർട്ടിസ്റ്റിക് സ്കിൽസ് ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീൽഡിൽ വളരെയധികം ഫ്ലറിഷ് ചെയ്യാനായിട്ടുള്ള ഒരു സ്കോപ്പും കൂടിയാണ് ട്രേഡ് പേറ്റന്റ് ഏരിയാസ് ആൻഡ് ഓൾ. ഇനി അതേപോലെ തന്നെ രജിസ്റ്റേർഡ് വാല്യൂർ ആകാനുള്ളവർക്കാണെങ്കിൽ വാല്യുവേഷൻ ആൻഡ് ബിസിനസ് മോഡലിംഗ് ഏരിയകൾ നോക്കാം. ലേബർ നിയമങ്ങളൊക്കെ, ലേബർ ലോസ് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലേബർ ലോസ് നോക്കാം. ഡയറക്ട്സ് നോക്കേണ്ടവർക്ക് അതും നോക്കാം. ഇങ്ങനെയാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം പാസ്സായതിനു ശേഷം 2 വർഷത്തെ ട്രെയിനിങ് ആണ് നമുക്ക് ഉള്ളത്. അതിൽ ചിലവർക്ക് ജോലി ചെയ്യുന്ന എക്സ്പീരിയൻസുകളും അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കോസ്റ്റ് അക്കൗണ്ടന്റ് അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ട്രെയിനിങ്ങിൽ നിന്ന് എക്സംഷൻ ഒക്കെ കിട്ടും. ഇൻസ്റ്റിറ്റ്യൂട്ട് ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് തന്നെ ഞാൻ പല മേഖല, ഞാനൊരു അധ്യാപകനും കൂടിയാണ്. ഈ അധ്യാപകന്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെയും ഒരു കാര്യം ഞാൻ പറയട്ടെ. കമ്പനി സെക്രട്ടറി കോഴ്സ് UGC പ്രകാരം അത് PG ലെവലിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു കോഴ്സാണ്. നിങ്ങൾക്ക് PhD ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേറെ എൻട്രൻസ് എക്സാമിനേഷനോ വേറെ ഒന്നും പാസ്സാവേണ്ട ആവശ്യമില്ല. ഇന്ത്യയിൽ തന്നെ പല യൂണിവേഴ്സിറ്റികളും കമ്പനി സെക്രട്ടറി കോഴ്സ് പാസ്സായവരെ ഡയറക്റ്റ് ആയിട്ട് പ്രൊഫസറായിട്ടൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് PhD ചെയ്യാൻ ഒരു അധ്യാപകനോ അങ്ങനെയുള്ള സ്കോപ്പുകളിലൊക്കെയാണ് താല്പര്യമെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റിയും നമ്മുടെ കമ്പനി സെക്രട്ടറി കോഴ്സുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ ഓപ്പർച്യൂണിറ്റിയും നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടുള്ള പല മാർഗങ്ങളും നിങ്ങൾക്ക് ലഭ്യമാണ്. ഇനി ഈ കോഴ്സിന്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണ്? നമുക്ക് 2 തവണയാണ് ഒരു വർഷം പരീക്ഷ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു, ഇന്റർ ലെവൽ, ഫൈനൽ ലെവലിലും. എന്നാൽ എൻട്രൻസ് എക്സാമിനേഷൻ ഒരു വർഷം 4 തവണ നടക്കുന്നുണ്ട്. ജൂലൈയിലും മെയ്യിലും അതേപോലെ നവംബറിലും ജാനുവരിയിലുമാണ് എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത്. അതേപോലെ എക്സിക്യൂട്ടീവും പ്രൊഫഷണൽ ലെവലിലാണെങ്കിൽ ഡിസംബറിലും ജൂണിലുമാണ് എല്ലാ വർഷവും പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ അഡ്മിഷൻ പ്രോസസ്, ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്മിഷൻ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തന്നെ ഓരോ ബ്രാഞ്ചുകളുണ്ട്. കേരളത്തിലാകെ നമുക്ക് 5 ബ്രാഞ്ചുകളാണ്. കാലിക്കറ്റ് ഒരു ബ്രാഞ്ച് ഉണ്ട്, പാലക്കാട് ഒരു ബ്രാഞ്ച് ഉണ്ട്, തൃശ്ശൂർ ഒരു ബ്രാഞ്ച് ഉണ്ട്, കൊച്ചിയിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്, തിരുവനന്തപുരത്ത് ഒരു ബ്രാഞ്ച് ഉണ്ട്. 5 ബ്രാഞ്ചുകൾ, അതിനെ ചാപ്റ്ററുകൾ എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് കൊച്ചി ചാപ്റ്റർ, തൃശ്ശൂർ ചാപ്റ്റർ എന്നൊക്കെയാണ് അതിനെ അറിയപ്പെടുന്നത്. ഈ ചാപ്റ്ററുകൾ കൊച്ചിയിലാണെങ്കിൽ ഈ ചാപ്റ്ററുകൾ സ്ഥിതി ചെയ്യുന്നത് ചിറ്റൂർ റോഡിലാണ്. നിങ്ങൾക്ക് വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വക അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നേരിട്ട് അറിയേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് ചോദിച്ചറിയാനുള്ള ഫെസിലിറ്റിയും ഉണ്ട്. ഇനി അല്ലാത്തവർക്കാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റുകളിൽ കയറി കഴിഞ്ഞാൽ വളരെയധികം നിങ്ങൾക്ക് താഴെ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റ് അഡ്രസ്. നിങ്ങൾക്ക് ഇതിൽ കയറിയാലും നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റും. പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യേണ്ടത് 31 മെയ്ക്ക് മുന്നേ, ദാറ്റ് ഈസ് ഡിസംബറിൽ ഞാൻ 2 മോഡ്യൂളും എഴുതാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മെയ് 31 മുന്നേ തന്നെ ഞാൻ കോഴ്സിനെ രജിസ്റ്റർ ചെയ്യണം. അതേപോലെ തന്നെ ഡിസംബറിൽ ഞാൻ ഒരു മോഡ്യൂളിലാണ് രജിസ്റ്റർ ചെയ്യാൻ എക്സാം എഴുതാൻ താല്പര്യപ്പെടുന്നുള്ളതെങ്കിൽ ജൂലൈ 31 ഞാൻ രജിസ്റ്റർ ചെയ്യണം. ഇതേപോലെ തന്നെയാണ് ഞാൻ മോഡ്യൂളിൽ, ദാറ്റ് ഈസ് ജൂണിൽ 2 മോഡ്യൂളും ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നവംബർ 30 ഞാൻ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ഇപ്പോൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത എക്സാം എഴുതുന്ന രീതിയിലാണെങ്കിൽ ഈ നവംബർ 30 മുന്നേ നിങ്ങൾക്ക് കോഴ്സിന് രജിസ്റ്റർ ചെയ്യാം. ഇനി അതുപോലെ ജൂണിൽ നിങ്ങൾക്ക് ഒരു മോഡ്യൂൾ എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനുവരി 31 വരെ സമയമുണ്ട്. ഇനി നിങ്ങൾക്ക് മെയ്യിലോ ജൂലൈയിലോ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് നേരത്തെ ജോയിൻ വെച്ചിട്ട് 2 മോഡ്യൂൾ തന്നെ നിർബന്ധമായിട്ട് എഴുതണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എങ്ങനെ നിങ്ങൾക്ക് എഴുതണം, എങ്ങനെ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കണം എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ഫ്രീഡം നിങ്ങൾക്കുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇന്ന സമയത്ത് നിങ്ങൾ എക്സാം എഴുതിയാലേ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വക നിർബന്ധമായിട്ടും നിങ്ങളോട് പറയുന്നില്ല. പകരം നിങ്ങളുടേതായ ഫ്ലെക്സിബിൾ ടൈമിംഗ് അനുസരിച്ച് നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്യാം. ജനുവരിയിലോ ഡിസംബറിലോ അതേപോലെ ജൂണിലോ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ പരീക്ഷകൾ ഒക്കെ നിങ്ങൾക്ക് എഴുതാം. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ എക്സാം സെന്റേഴ്സ് ആണെങ്കിൽ ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലും ഒട്ടുമിക്ക ഡിസ്ട്രിക്റ്റുകളിലും ഒക്കെ എക്സാമിനേഷൻ സെന്റേഴ്സ് അവൈലബിൾ ആണ്. ഇനി ഞാൻ ഇന്ത്യക്ക് വെളിയിലാണ്, ഇന്ത്യക്ക് ഓവർസീസ് എഡ്യൂക്കേഷൻ സെന്റേഴ്സും ഒക്കെ എക്സാമിനേഷൻ സെന്റേഴ്സും അവൈലബിൾ ആണ്. അപ്പോ അങ്ങനെയുള്ള പല ഓപ്പർച്യൂണിറ്റീസും അവൈലബിൾ ആണ് ഈ കോഴ്സുകളിലൊക്കെ. അപ്പോ ഇതിലൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എക്സിക്യൂട്ടീവ് പ്രോഗ്രാം കഴിഞ്ഞവർക്ക് ഇഗ്നോവിന്റെ, ദാറ്റ് ഈസ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബികോം കിട്ടും. 4-4
എക്സ്ട്രാ സബ്ജക്റ്റുകളുടെ പേപ്പറുകൾ മാത്രം പാസ്സാവേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ CS എക്സിക്യൂട്ടീവ് പ്രോഗ്രാം കഴിഞ്ഞവർക്ക് 4 പേപ്പർ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബികോം കിട്ടും. അതേപോലെ CS പ്രൊഫഷണൽ കഴിഞ്ഞവരെങ്കിൽ ഇതേപോലെ പേപ്പർ എഴുതി കഴിഞ്ഞാൽ ഇഗ്നോവിന്റെ MCOM കിട്ടും. അപ്പോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അക്കാഡമിക്കലി കൂടുതൽ എക്സൽ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്കോപ്പും കൂടി ഈ കോഴ്സിലൂടെ നമ്മൾക്ക് കിട്ടും. ഇനി വേറൊരു കാര്യം പറഞ്ഞോട്ടെ, എക്സിക്യൂട്ടീവ് പ്രോഗ്രാം കഴിഞ്ഞവർക്ക് ദുബായ് കൺട്രീസിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ ലെവൽ 7 ക്വാളിഫിക്കേഷൻ ആയിട്ട് അംഗീകരിച്ചിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ് എക്സിക്യൂട്ടീവ് പ്രോഗ്രാം പാസ്സായിരിക്കുന്നത്. ലെവൽ 7 വെച്ചിട്ട് എന്ത് ജോലി സാധ്യതകളാണോ നിങ്ങൾക്ക് ദുബായ് കൺട്രീസിൽ കിട്ടുക അതിന് എക്സിക്യൂട്ടീവ് പ്രോഗ്രാം ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രൊഫഷണൽ പ്രോഗ്രാമിനെ ലെവൽ 9 ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് ദുബായ് കൺട്രീസിൽ അംഗീകരിച്ചിരിക്കുന്നത്. ലെവൽ 9 വെച്ചിട്ട് എന്ത് ജോലി സാധ്യതകൾ നിങ്ങൾക്ക് ദുബായിൽ കിട്ടുമോ അത് നിങ്ങൾക്ക് ഈ പ്രൊഫഷണൽ പ്രോഗ്രാം പാസ്സാവുന്നതോടെ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. അതുപോലെ അഡ്മിഷൻ ഫീസ്, ഒരുപക്ഷെ നിങ്ങൾക്ക് കണ്ടമാനം കോഴ്സുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോ ഒരാൾ ഡോക്ടർ ആവാൻ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവാനൊക്കെ കണ്ടമാനം പൈസയാണ് ചെലവാകുന്നത്. പക്ഷേ ഒരു കമ്പനി സെക്രട്ടറി ആവാനായിട്ട് ഞാൻ ചുരുക്കി പറയേ മൊത്തത്തോടെ ദാറ്റ് ഈസ് നമുക്ക് ഒരു 3 വർഷം അല്ലെങ്കിൽ കംപ്ലീറ്റ് കോഴ്സ് തീരാനായിട്ട് മിനിമം അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഏറ്റവും കുറഞ്ഞ ഒരു എക്സ്പെൻസ് ഒരു 40,000 മുതൽ 50,000 രൂപയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കമ്പനി സെക്രട്ടറി ആവാം. ഈ 50,000 തന്നെ നിങ്ങൾക്ക് ആദ്യ ശമ്പളത്തിൽ തന്നെ നിങ്ങൾക്ക് അത് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് അതിന്റെ ഇന്റർൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ. ഇന്ത്യയിലെ കമ്പനി സെക്രട്ടറിമാരായിട്ട് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ മിനിമം ശമ്പളം 40,000 തൊട്ട് 50,000 വരെ ലഭിക്കുകയും അതേപോലെ തന്നെ മാക്സിമം ശമ്പളം ഇതുവരെ കിട്ടിയതിൽ വെച്ചിട്ട് ഞാൻ റിസർച്ച് നടത്തിയതിൽ വെച്ചിട്ട് 4 കോടി 5 കോടി വരെയൊക്കെ ഒരു വർഷം ലഭിക്കുന്ന കമ്പനി സെക്രട്ടറിമാരും ഇന്ത്യയിലുണ്ട്. ഞാൻ കമ്പനികളുടെ പേരോ അങ്ങനെയൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല, പക്ഷെ എന്നാലും ഉണ്ട്. അങ്ങനെയുള്ള എമിനിറ്റീസ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ കമ്പനി സെക്രട്ടറീസ് പ്രൊഫഷന് റിട്ടയർമെന്റ് ഇല്ല. നിങ്ങൾക്ക് എംപ്ലോയ്മെന്റ് 60 വയസ്സ് വരെ നിങ്ങൾ എംപ്ലോയ്മെന്റ് ചെയ്യുക, 61ാമത്തെ വയസ്സ് പ്രാക്ടീസ് ചെയ്താലും നിങ്ങൾ മരിക്കുന്നത് വരെ നിങ്ങൾ ഒപ്പിടുന്ന ഓരോ ഡോക്യുമെന്റിനും അതിൻ്റെതായ വിലയുണ്ട്, അതിൻ്റെതായ സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതായത് ഒരു ഡോക്ടറെ കുറച്ച് വയസ്സ് പ്രാക്ടീസ് ചെയ്യുക, അതേപോലെ തന്നെ ഒരു കമ്പനി സെക്രട്ടറിക്കും പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എംപ്ലോയ്മെന്റ് ആസ്പെക്റ്റിലാണെങ്കിലും പ്രാക്ടീസിന്റെ ആസ്പെക്റ്റിലാണെങ്കിലും കണ്ടമാനമൊക്കെ അവൈലബിൾ ആണ്. എക്സിക്യൂട്ടീവ് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി 1000 രൂപ മാത്രമേ ആകെ ഒരു ചെലവ് വരുന്നുള്ളൂ. ഇത് 1000 രൂപ പേ ചെയ്ത് നിങ്ങൾക്ക് എക്സാമിനേഷൻ വളരെയധികം എളുപ്പമുള്ള ഒരു എക്സാമിനേഷൻ ആണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തന്നെ മെറ്റീരിയലും അവൈലബിൾ ആണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് മാത്രം വായിച്ച് നിങ്ങൾക്ക് വളരെയധികം സിമ്പിൾ ആയിട്ട് എഴുതാവുന്ന ഒരു എക്സാം ആണ്. എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിന് എൻട്രൻസ് എക്സാമിനേഷൻ പാസ് വരുന്ന കുട്ടികളാണെങ്കിൽ വെറും 10,600 രൂപ മാത്രമേ അഡ്മിഷൻ ഫീസ് ഉള്ളൂ. ഇനി ചാർട്ടേഡ് അക്കൗണ്ടന്റോ കോസ്റ്റ് അക്കൗണ്ടന്റോ അല്ലെങ്കിൽ PGയോ അല്ലെങ്കിൽ ഗ്രാജുവേഷനോ കഴിഞ്ഞവർക്ക് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാതെയാണ് അവർ വരുന്നതെങ്കിൽ അവർക്ക് 15,600 ആണ്. ആ 5,000 വരുന്നത് എക്സംഷൻ ഫീ ആണ്. ഈ കോഴ്സുകൾ ഉള്ളതുകൊണ്ട് എൻട്രൻസ് എഴുതാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സംഷൻ ഫീ മാത്രമാണ്. ഇത് കഴിഞ്ഞവർക്ക് ഫൈനൽ പ്രോഗ്രാം ചെയ്യാനായിട്ട് 10,000 രൂപ മാത്രമേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് അല്ലെങ്കിൽ പ്രൊഫഷണൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിങ് ആണ്. ട്രെയിനിങ് ഫ്രീ ആയിട്ടുള്ള ട്രെയിനിങ് അല്ല. നിങ്ങൾ ചെയ്യുന്ന അത്രയും ട്രെയിനിങ് കാലയളവിന് നിങ്ങൾ ആരുടെ കൂടെയാണോ ട്രെയിനിങ് ചെയ്യുന്നത് ആ കമ്പനി സെക്രട്ടറി നിങ്ങൾക്ക് ഒരു സ്റ്റൈപ്പൻഡ് തുക തന്നിരിക്കും. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെയധികം ഉണ്ട്. ആ സ്റ്റൈപ്പൻഡ് തുകയ്ക്ക് ആ 2 വർഷവും നിങ്ങൾ വെറുതെ പണിയെടുക്കുന്ന അല്ലെങ്കിൽ വെറുതെ അല്ല നിങ്ങൾ ട്രെയിൻ ചെയ്യുന്ന ആ ട്രെയിനിങ്ങിന് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് മിനിമം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കമ്പനിയാണെങ്കിൽ കമ്പനിയുടെ ലെവലിൽ കിട്ടും, പ്രാക്ടീസിലാണെങ്കിൽ പ്രാക്ടീസിങ് ലെവലിൽ നിന്നും വളരെയധികം കിട്ടും. ഇനി ഷെഡ്യൂൾ ട്രൈബോ അല്ലെങ്കിൽ ഡിഫറെന്റ്ലി ഏബിൾഡ് വാർ വിഡോസ് അല്ലെങ്കിൽ മിലിറ്ററി ആയിട്ട് ബന്ധപ്പെട്ട പാരാമിലിറ്ററി ഫോഴ്സസിലുള്ളവർ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ കോഴ്സുകളിൽ എക്സംഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഫീസിൽ ഇളവുകളൊക്കെ ഉണ്ട് ഈ കോഴ്സുകളിൽ. ഇനി രജിസ്ട്രേഷൻ വാലിഡിറ്റി, ഞാൻ ഈ കോഴ്സിന് ജോയിൻ ചെയ്തു, എനിക്ക് എത്ര വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ കോഴ്സിനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര നാൾ വാലിഡ് ആണ്? 5 വർഷ കാലയളവ് വരെ എന്റെ രജിസ്ട്രേഷൻ വാലിഡ് ആണ്. 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ അത് റിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. വീണ്ടും 5 വർഷത്തേക്കോ അല്ലെങ്കിൽ 1 വർഷത്തേക്കോ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ കോഴ്സ് തീരുന്നതനുസരിച്ച് നിങ്ങൾക്ക് പാസ്സാവാൻ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഇനി ഈ കോഴ്സിന്റെ സബ്ജക്റ്റുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇത് പാസ്സാവുന്ന പ്രക്രിയ അല്ലെങ്കിൽ പാസ്സാവുന്ന രീതി എങ്ങനെയാണെന്ന് അറിയിക്കണം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ CA നെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതേ സെയിം മെക്കാനിസം തന്നെയാണ് ഇതിലും വരുന്നത്.
പക്ഷേ നിങ്ങൾ ബികോമിനോ മറ്റ് കോഴ്സുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിനിമം 40 മാർക്ക് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാവും. ഇവിടെയും കമ്പനി സെക്രട്ടറി കോഴ്സുകൾക്ക് മിനിമം 40 മാർക്ക് കിട്ടിയാൽ മതി, നിങ്ങൾ പാസ്സാവും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 8 സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഈ 9 സബ്ജക്റ്റുകൾ പല ഗ്രൂപ്പുകളായിട്ടാണ്, പല മോഡ്യൂളുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ മോഡ്യൂളുകൾ ഫുൾ ആയിട്ട് കണക്കാക്കുമ്പോൾ ആ മോഡ്യൂളുകളിൽ ആവറേജ് ഒരു 50 മാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവണം എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്. പേപ്പർ പാസ്സാവാനായിട്ട് 40 മതി. ദാറ്റ് ഈസ് ഇപ്പൊ ഒരു സബ്ജക്ട് 3 സബ്ജക്ട് ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ 40ഉം മറ്റേതിൽ 60ഉം മൂന്നാമത്തേൽ എനിക്ക് 50ഉം ഉണ്ടെങ്കിൽ ഞാൻ ആ ഗ്രൂപ്പ് പാസ്സായി. കാരണം എന്താണ്, 3 സബ്ജക്റ്റും കൂടി കൂട്ടി എനിക്ക് 150 മാർക്കായി. ഇനി 4 സബ്ജക്റ്റ് ആണെങ്കിൽ എനിക്ക് 4 സബ്ജക്റ്റും കൂടി കൂട്ടി എനിക്ക് 200 മതി. പക്ഷെ എല്ലാ പേപ്പറിലും എനിക്ക് 40ന് മേലെയുണ്ട്. ഇനി എനിക്ക് 25 മാർക്കിന് മേലെയുണ്ട്, എനിക്ക് 1-2 ബുദ്ധിമുട്ട് കാരണം ഒരു പരീക്ഷ എഴുതാൻ പറ്റിയില്ല. പക്ഷെ അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ, എനിക്ക് ചിലപ്പോൾ കൂടുതൽ മാർക്ക് കിട്ടിയ സബ്ജക്റ്റുകളൊക്കെ ഉണ്ടാവും. 60ന് മേലെ മാർക്ക് കിട്ടിയുള്ള സബ്ജക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ആ സബ്ജക്ട് എനിക്ക് വീണ്ടും അടുത്ത തവണ എഴുതേണ്ട ആവശ്യം ഇല്ല, എനിക്ക് എക്സംഷൻ ലഭിക്കും. അപ്പോൾ അങ്ങനെയുള്ള പല എക്സാമിനേഷൻ അല്ലെങ്കിൽ മാർക്സിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള സ്കോപ്പുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത്, ചാർട്ടേഡ് അക്കൗണ്ടൻസി അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി പോലെയുള്ള കോഴ്സുകളൊക്കെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പാസ്സാകുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യുന്നതിലല്ല. അപ്പോ എത്രയും പെട്ടെന്ന് പഠിച്ച് കമ്പനി സെക്രട്ടറി ആകുക എന്നുള്ള ലക്ഷ്യമാണ് നമുക്ക് ഈ കോഴ്സിലൂടെ നമ്മൾ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോ 40 മാർക്ക് അല്ലെങ്കിൽ 50 മാർക്ക് മേടിക്കാനായിട്ട് എല്ലാവർക്കും വളരെയധികം വളരെ ചിട്ടയോടുകൂടി പഠിക്കുന്നവർക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് സാധിക്കുന്നതാണ്. എനിക്ക് തന്നെ അറിയാവുന്ന വളരെയധികം കുട്ടികളുണ്ട്, വളരെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ, ഫസ്റ്റ് പരീക്ഷ എഴുതുന്ന ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പോലെ വളരെ ചിട്ടയോടുകൂടി, ദാറ്റ് ഒരു ദിവസം നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ, ഞാൻ പറയുന്ന ഒരു ദിവസം വേറെ ഒരു അധികം സമയം സ്പെൻഡ് ചെയ്യേണ്ട, ഒരു ദിവസം 2 മണിക്കൂർ വെച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പ് തരുവാണെങ്കിൽ ഈ കോഴ്സ് വളരെയധികം പെട്ടെന്ന് തന്നെ നിങ്ങൾ പാസ്സായി നിങ്ങൾ കമ്പനി സെക്രട്ടറിമാരായിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്കും കാണാൻ പറ്റും എന്ന് ഞാൻ തീർത്തും പറയുകയാണ് ഈ കോഴ്സുകളിലൂടെ. അതേപോലെ തന്നെ അക്കാഡമിക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബികോം, എംകോം ഓപ്ഷൻ, ഇനി PhD ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ, അങ്ങനെയുള്ള പല ആസ്പെക്ട്സുകളും ഒക്കെ ഈ കോഴ്സുകളിൽ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള പല സ്കോപ്പുകളും ഒക്കെ ഈ കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോ ഇങ്ങനെയുള്ള പല ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആയത് കൊണ്ട് തന്നെ, ഇനി ഞാൻ പറയട്ടെ, കമ്പനി സെക്രട്ടറീസിന് കോസ്റ്റ് അക്കൗണ്ടൻസ് ആവണമെന്ന് ആഗ്രഹമുള്ള കുറെ പേരെങ്കിലും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ തിരിച്ചും കോസ്റ്റ് അക്കൗണ്ടൻസ് ഉള്ളവർക്ക് കമ്പനി സെക്രട്ടറി ആവണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയും തമ്മിൽ ഒരു ധാരണയുണ്ട്. അപ്പോ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റുകളൊക്കെ എഴുതാതെ അവർക്ക് മറ്റേ കോഴ്സും കൂടി ചെയ്യാം. ദാറ്റ് ഈസ് കമ്പനി സെക്രട്ടറി പാസ്സായ ഒരാൾക്ക് കോസ്റ്റ് അക്കൗണ്ടൻസി കോഴ്സ് പഠിക്കുവാണെങ്കിൽ 4 പേപ്പറോളം അതിൽ എഴുതണ്ടാവും. അതേപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടൻസി പാസ്സായവർക്ക് കമ്പനി സെക്രട്ടറി കോഴ്സ് ചെയ്യുകയാണെങ്കിൽ 4 പേപ്പറോളം എഴുതണ്ട. അപ്പോ ഒരു ഭാവിയിൽ തന്നെ നിങ്ങൾക്ക് കമ്പനി സെക്രട്ടറി ആയതിനു ശേഷം കോസ്റ്റ് അക്കൗണ്ടന്റ് ആകണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അവർക്ക് ഈ ഓപ്പർച്യൂണിറ്റി നോക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരു സ്കോപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പക്ഷെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കോഴ്സുകൾക്ക് നമുക്ക് ഈ ഓപ്ഷൻ ഇല്ലതാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ CS-ന്റെ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞവർക്കൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ CPT എഴുതണ്ട എന്നുള്ള കോൺസെപ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡയറക്ട്ലി CA ഇന്ററിലേക്ക് അവൈലബിൾ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള സ്കോപ്പുകളും ഓപ്ഷൻസും ഒക്കെ അവൈലബിൾ ആണ്. ഇനി എംപ്ലോയ്മെന്റ് പ്രോസ്പെക്ട്സ് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. 3 ലക്ഷത്തിൽ കൂടുതൽ കമ്പനികൾ ഇന്ത്യയിൽ ഒട്ടാകെ ഉണ്ട്. 65,000 കമ്പനി സെക്രട്ടറിമാർ മാത്രമേ ഉള്ളൂ ആസ് ഓഫ് നൗ. അപ്പോ വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി പ്രാക്ടീസിൽ ചെയ്യാൻ താല്പര്യമാണെങ്കിൽ കണ്ടമാനം ഏരിയസ് ആണ്. 3 ലക്ഷം കമ്പനികൾ 10 കോടിക്ക് മേലെയുള്ളതാണ്. 10 കോടിയിൽ താഴെ ഇന്ത്യയിൽ എത്ര കമ്പനികൾ, ഒരു 50 ലക്ഷം കമ്പനികളെങ്കിലും മിനിമം ഉണ്ടാവും. ഈ കമ്പനികളുടെയൊക്കെ നിയമവശങ്ങളൊക്കെ നോക്കാനായിട്ട് ഈ 60,000 കമ്പനി സെക്രട്ടറിമാർ പോരാ, കുറച്ചധികം പേര് വേണം. എത്ര പേര് കൂടുതലും വരുംതോറും അവർക്ക് അതിനനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റികളുണ്ട്. ഇനി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കട്ടെ. അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. CBI പോലെ നിങ്ങൾക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് താല്പര്യങ്ങളുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോലി സാധ്യതകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലും നിങ്ങൾക്ക് ജോലി സാധ്യതകളൊക്കെ ഈ കോഴ്സ് ചെയ്യുന്നവർക്ക് ഉണ്ട്. ഇനി പ്ലേസ്മെന്റ് പാക്കേജുകളും അതില് നിങ്ങൾക്ക് കിട്ടുന്ന പേ പാക്കേജുകളെ കുറിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി. അവിടെയും നിങ്ങൾക്ക്
ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റുഡന്റ് ആയിട്ടും നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ കോഴ്സ് രജിസ്റ്റർ ചെയ്യാനായിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് എപ്പോഴും 24/7 അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിലും ട്വിറ്ററിലാണെങ്കിലും ലിങ്ക്ഡിനിലാണെങ്കിലും നിങ്ങൾക്ക് കമ്പനിയുടെ വെബ്സൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിൽ വേണമെങ്കിലും ഈ കോഴ്സിനെ കുറിച്ച് കൂടുതലായി അറിയാനും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഈ കോഴ്സിനെ കുറിച്ചിട്ടുള്ള പല സാധ്യതകളും പല എക്സ്പീരിയൻസുകളും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഒരു കാര്യം ഞാൻ തീർത്ത് പറയട്ടെ, ഞാനും ഇതേപോലെ തന്നെ ഞാനൊരു വലിയൊരു എക്സലന്റ് സ്റ്റുഡന്റ് ഒന്നുമല്ല, ഐ എം ജസ്റ്റ് ആവറേജ് സ്റ്റുഡന്റ്. പക്ഷെ ഇന്ന് എനിക്കുള്ള അത്രയും ഡിഗ്രികളൊക്കെ ഞാൻ കരസ്ഥമാക്കണമെങ്കിൽ അത് വളരെ ചിട്ടയോടുകൂടി പഠിച്ചിട്ടുള്ളതിന്റെ ഒരു എഫക്റ്റും കൂടിയിട്ടാണ്. അപ്പോൾ വളരെയധികം ചിട്ടയോടുകൂടി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇതേപോലെ തന്നെ കരസ്ഥമാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതുപോലെയുള്ള പ്രൊഫഷണൽസ് ആവാനും ഇതുപോലെയുള്ള കമ്പനി സെക്രട്ടറിമാരാകാനും നിങ്ങൾക്ക് വളരെയധികം സാധിക്കും എന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. ഒരു പക്ഷേ എനിക്ക് കമ്പനി സെക്രട്ടറി കോഴ്സിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ അല്ലെങ്കിൽ ഇതിന്റെ ജോലി സാധ്യതകളെ കുറിച്ചും ഇതിന്റെ പ്രാക്ടിക്കൽ രീതിയിലുള്ള ആസ്പെക്റ്റുകളെ കുറിച്ചും നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്ന് പറയുന്ന കമ്പനി കോടതി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ കമ്പനി കോടതിയിൽ 2 ജഡ്ജിമാരാണ് ഉള്ളത്, ഒന്ന് ജുഡീഷ്യൽ ജഡ്ജി, ഒന്ന് ടെക്നിക്കൽ ജഡ്ജി. ഈ ടെക്നിക്കൽ ജഡ്ജി ആയിട്ട് വേണമെങ്കിൽ ഒരു കമ്പനി സെക്രട്ടറിനെ അപ്പോയിന്റ് ചെയ്യാം. അപ്പോൾ ഒരു കമ്പനി സെക്രട്ടറിക്ക് കുറെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോടതി ജഡ്ജി ആവാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടി ഈ പ്രൊഫഷന് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോ കണ്ടമാനം സ്കോപ്പുകളും കണ്ടമാനം ഏരിയാസും നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ വളരെയധികം ലഭ്യമാണ്. ഏകദേശം നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് വളരെയധികം മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ഇപ്പൊ ചോദിക്കാം. താങ്ക് യു നിഖിൽ. മുഴുവൻ സമയോടെ ഞാനും ഉണ്ടായിരുന്നു. താങ്ക് യു നിഖിൽ. വളരെ എക്സോസ്റ്റീവ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ലളിതമായ വാക്കുകളിൽ ഒരുപാട് ആശയങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ നിഖിലിന് സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഒരു വീക്കെൻഡിൽ ഇരുന്നുകൊണ്ട് നല്ല കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുന്ന സന്തോഷമുണ്ട്. സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. We are so glad to have you here as a resource person. Thank you very much. എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കുവാൻ വേണ്ടി ധാരാളം കുട്ടികൾ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് വേറൊരു യോഗത്തിൽ പോകാനുള്ളതുകൊണ്ട് I will be exiting from this meeting now. Thank you so much, Nikhil. Thank you so much, sir. Continue. Mrs. Saira Banu will be in charge. Thank you. Thank you so much, sir. Thank you. ഇതൊരു ഓപ്പൺ ഫോറം ആണ്. ആർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. കമ്പനി സെക്രട്ടറി കോഴ്സ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചോദിക്കാം. Hello, sir. Yes. Hello. Sir, can I ask you something? Please ask. Sir, I just want to ask you, sir, ഇതിന് ഏജ് ബാർ എന്തെങ്കിലും ഉണ്ടോ? ഒരു ഏജ് ബാറും ഇല്ല. ഞാനൊരു കാര്യം പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. 65 വയസ്സിന് പ്രായം മേലെയുള്ളവർ കുറെ പേര് ഈ കോഴ്സ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എൻറ്റയർ റിട്ടയർമെന്റ് ലൈഫിൽ ഇരിക്കുന്ന കുറെ പേര് ഈ കോഴ്സ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ് സർ. ഞാനിപ്പോ ഓൾമോസ്റ്റ് 50 ആണ്. ഞാൻ ഈ കമ്പനീസുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ആഫ്റ്റർ നിങ്ങളുടെ സ്പീച്ച് കഴിഞ്ഞതിന് ശേഷം ഐ എം റിയലി ഇൻട്രസ്റ്റഡ് ടു join this course. Inshallah, I will join this. Definitely. Thank you, sir. Thank you as a company secretary. Okay, thank you. If God's willing. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഒരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട. സത്യത്തിൽ സംശയമില്ലാത്ത രീതിയിൽ സാറ് ക്ലാസ് എടുത്തതാന്ന് തോന്നുന്നുണ്ട്. കുട്ടികൾക്ക് സംശയം ചോദിക്കാനില്ലാത്തത്. കുട്ടികള്
തീർച്ചയായിട്ടും സാറോട് ഡയറക്ടറെ നിങ്ങൾക്ക് ചോദിക്കാം. മാഡം ആരും ഇല്ലെന്ന് തോന്നുന്നു. ഷെഫീഖ് പറഞ്ഞാലേ സംശയരഹിതമായി പറഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ സംശയമില്ലാത്തതെന്ന് തോന്നുന്നത് അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ചോദിച്ചാലും മതിയല്ലേ നിഖിൽ? എന്തെങ്കിലും ഉറപ്പായിട്ടും വേണമെങ്കിൽ ചോദിക്കാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്റെ നമ്പർ ശരബാന മാഡത്തിന്റെ കയ്യിൽ നിന്ന് മേടിക്കാം. നിങ്ങൾക്ക് ഷെയർ ചെയ്തോളൂ. ആർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. ഷെഫീഖ് ആ നമ്പർ വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കാം. അപ്പൊ പിള്ളേർക്ക് ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ അല്ലേ പിന്നീട് ഷെയർ ചെയ്യാം അല്ലേ? ഷെയർ ചെയ്ത് കൊടുക്കാം മാഡം. എനിവേ ഡൗട്ട് ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാന്ന് വിചാരിക്കും സാർ. മാഡം കൺക്ലൂഡ് ചെയ്യാമോ? നിഖിൽ കൺക്ലൂഡ് ചെയ്യാമോ? ചെയ്യാം. നോ പ്രോബ്ലം. ഞാൻ ഇനി പ്രത്യേകിച്ച് ഇതിന് അല്ലേ? അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. നിങ്ങൾ അത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നാണ് നമ്മൾ PM ഫൗണ്ടേഷൻ ആകെ ഉദ്ദേശിക്കുന്നത്. ഇനി ഞങ്ങളും ഞങ്ങളുടെ പേഴ്സണൽ സംശയങ്ങൾക്ക് ഡോക്ടർ നിഖിൽ ജോർജിനെ ഞങ്ങൾ ബന്ധപ്പെടും. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഫൗണ്ടറുടെ ഏറ്റവും വലിയ ആഗ്രഹം കുറെ CA കാരെയും കമ്പനി സെക്രട്ടറികളും സിവിൽ സർവീസുകാരും ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു സാക്ഷാത്കാരത്തിന് വേണ്ടി ഞങ്ങൾക്ക് ആകാവുന്ന നമ്മൾ ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും, അത് നിങ്ങൾ ചോദിക്കാം. എന്തായാലും വളരെ ഈ പറഞ്ഞ പോലെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സെഷനാണ്. ഞാനും മുഴുവനും കേട്ടിരുന്നു. നമുക്ക് സത്യത്തിൽ ഇതുമായിട്ടൊന്നും ഒന്നും അറിയില്ല. ഞങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ബയോളജി ബാക്ക്ഗ്രൗണ്ടുകാരാണ്. പക്ഷെ വളരെ നന്നായിട്ട് ഞാൻ അതിന്റെ പ്രോസ്പെക്ട്സ് എന്താണെന്നും എങ്ങനെയാണ് അഡ്മിഷൻ എന്നും എങ്ങനെയാണ് ഫീസ് സ്ട്രക്ചർ എന്നും ആർക്കൊക്കെ ഇതിൽ ചെയ്യാവുന്ന ഇനിയൊന്നും ഈ പറഞ്ഞാലേ സംശയം സാധാരണ ഇതിൽ ഉണ്ടാവാൻ വഴിയില്ല. അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് നിഖിൽ ജോർജ്. ഇപ്പൊ തന്നെ 7 years ഓഫ് എക്സ്പീരിയൻസ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സിന്റെ ട്രഷറർ ആണ്. അപ്പൊ വളരെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ മുമ്പിലുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു സെഷൻ എടുത്തതിന്. ഇനിയും ഇൻ ഫ്യൂച്ചർ ഓൾസോ we will seek your assistance and we will seek your advice ഇങ്ങനത്തെ കാര്യങ്ങളിൽ. അപ്പൊ താങ്ക് യു വൺസ് അഗെയിൻ ഓൺ ബിഹാഫ് ഓഫ് PM ഫൗണ്ടേഷൻ ആൻഡ് ഓൺ മൈ പേഴ്സണൽ ബിഹാഫ്. നന്ദിയുടെ 2 വാക്കുകൾ എന്റെ ഭാഗത്തും ശരബാന മാഡത്തിനും PM ഫൗണ്ടേഷനും ട്രസ്റ്റിക്കും മുഹമ്മദ് അനീസ് സാറിനും എല്ലാവർക്കും ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തട്ടെ. ഇങ്ങനൊരു അവസരത്തിനും കൂടുതലായിട്ടുള്ള കുട്ടികളായിട്ട് സംസാരിക്കാനും അവരുടെ മാതാപിതാക്കളെ കുറിച്ച് കൂടുതലായിട്ട് ഈ കോഴ്സിനെ കുറിച്ച് ബോധവൽക്കരിക്കാൻ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഇങ്ങനെയുള്ള അവസരം തരുന്നതിന് വളരെയധികം നന്ദി ശരബാന മാഡത്തിനും PM ഫൗണ്ടേഷനും ഞാൻ തരാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ. എനിവേ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ച് നമുക്ക് വളരെ വിശദമായി ക്ലാസ് എടുത്ത നമ്മുടെ ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ നിഖിൽ ജോർജ് പിന്റോ സാറിനും PM ഫൗണ്ടേഷന്റെ പേരിൽ എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എനിവേ താങ്ക് യു ആൾ. താങ്ക് യു വെരി മച്ച്. മാഡം പോകുന്നതിന് മുമ്പ് ഒന്ന് ഷെയർ ചെയ്യാവോ? നമ്പർ ഒന്ന് ഷെയർ ചെയ്യാവോ? നമ്പർ ഞാൻ എങ്ങനെ ഷെയർ ചെയ്യും? ഇത് യുവർ നമ്പർ ഓർ യുവർ PM ഫൗണ്ടേഷന്റെ ഇമെയിലും ഒന്ന് ഷെയർ ചെയ്യും. ഞാനിപ്പോ ഷെഫീഖിന് അറിയില്ലല്ലേ? അല്ല നിഖിൽ ഒന്ന് ഇടാമോ ചാറ്റ് ബോക്സിൽ? ഓൾ റൈറ്റ്. താങ്ക് യു. താങ്ക് യു. ഓക്കെ. അപ്പൊ ഇവിടെ അവസാനിക്കാണ് സെഷൻ.